സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എൻ്റെ കഥയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെഷൻ ഇന്ന് നമ്മൾ നല്ലൊരു ജീവിതാനുഭവം കേൾക്കാൻ പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ ശുശ്രൂഷ നമുക്കെല്ലാവർക്കും വലിയ അനുഗ്രഹത്തിന് വിടുതലിൻ്റെ കാരണമായി തീരട്ടെ. ഒന്നിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. നിൻ്റെ മഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായി സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ വിടുതലിന്, വലിയ സൗഖ്യത്തിന്, വലിയ നന്മയ്ക്ക് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. അണിപ്പാടുള്ള കരങ്ങളിൽ വെച്ച് നിൻ്റെ ദാസനെ ഉപയോഗിക്കണം. വിവിധ ഭാഗത്തു നിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. വൻകാര്യങ്ങളെ ചെയ്യുവാൻ നീ വിശ്വസനാകിയാൽ സ്തോത്രം. സന്നിധിയിലേക്ക് മറ്റുമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങൾ വിടുവിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ കുടവശങ്ങൾ ക്ഷമിച്ച് അവിടുത്തെ മഹത്വം ഞങ്ങളോട് വെളിപ്പെടുത്തുവാൻ പോകുന്നുണ്ട് സ്തോത്രം. സകലമാനം മഹത്വത്തെ കർപ്പിക്കുന്ന യേശു മൂലം താഴ്മയായി ചോദിക്കുന്ന കേൾക്കുമാറകണമേ. അമേൻ, അമേൻ, അമേൻ. എൻ്റെ കഥയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ 200 എപ്പിസോഡുകൾ തികഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം നമ്മൾ കേട്ടു. 201 എപ്പിസോഡ്. ഇത്രത്തോളം തുണച്ച കർത്താവിനെല്ലാം നന്ദിയും പറയുകയാണ്. ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നാളുകളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ നമ്മുടെ ഈ സെഷനിൽ കൊണ്ടുവരണമെന്ന്. ഇപ്പോഴാണ് നമുക്ക് സാവകാശം ഒരുങ്ങിയത്. മുംബൈക്കാരൻ തന്നെ, ഞങ്ങളുടെ മുംബൈയിൽ നിന്നുള്ള പാസ്റ്റർ സിനു മാത്യു, വളരെ സ്നേഹത്തോടു കൂടെ ആദരവോടുകൂടെ പ്രിയ പാസ്റ്ററെ ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. സുഖമായിട്ടിരിക്കുന്ന പാസ്റ്ററെ? ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് പറയായിരുന്നു, മുംബൈക്കാരൻ തന്നെയാണ്. നമ്മൾ മുംബൈക്കാർ ഒന്നിച്ചു വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ? പാസ്റ്റർ പനവേലിൽ. അതെ പാസ്റ്റർ, ഞാൻ നവി മുംബൈയില് പനവേലില് ഖേർവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരി. വളരെ വ്യത്യസ്തമാകുന്ന ഒരു ശുശ്രൂഷ ചെയ്യുന്നു, ഒരു പ്രേക്ഷിത പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, അനേകർക്ക് അങ്ങനെ ആശ്വാസമാകുന്നു. ഇതൊക്കെയാണ് ചുരുക്കമായിട്ട് പറഞ്ഞാൽ. അതെ അതെ അതെ, ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ട തമ്പി മാത്യു അങ്കിളാണ് പാസ്റ്ററുടെ നമ്പർ എനിക്ക് തന്നത്. അതുപോലെ ബിനു സാറ്, ബിനു ജോസഫ് വടശ്ശേരിക്കര, ഇവരൊക്കെ എന്നോട് പറഞ്ഞ് പാസ്റ്ററുടെ അനുഭവം ഒന്ന് കൊണ്ടുവരണം, വളരെ അനുഗ്രഹമായി തീരുമെന്ന്. തമ്പി മാത്യു അങ്കിളിനോടും ബിനു ജോസഫ് വടശ്ശേരിക്കരോടും ഒക്കെയുള്ള ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. പാസ്റ്ററെ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയതിൽ, ഇങ്ങനെ ഒരു അനുഭവം കൊണ്ടുവരുവാൻ സാഹചര്യം ഒരുക്കിയതിൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ നാട്ടിലൊക്കെ എവിടെയാണ്? പക്ഷേ ഞാൻ നാട്ടില് കൊട്ടാരക്കരയ്ക്ക് അടുത്ത് കോക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നപ്പെട്ടവരാണ്. ശരി. എത്ര വർഷമായി ബോംബെയിലായിട്ട്? ഞാൻ ബോംബെ വന്നിട്ട് 20 വർഷമാണ്. ശരി, 20 വർഷങ്ങൾ. ഞാൻ ആക്ച്വലി പക്ഷേ ബോംബെയിൽ നാട് വിട്ട് വന്നതാണ്. ഓ, അത് ശരി. ബോംബെയിൽ സാധാരണ നമ്മളിങ്ങനെ കേൾക്കാറില്ലേ, നമുക്കൊരു വിഷൻ കിട്ടി ബോംബെക്ക് പോയെന്ന്? അങ്ങനല്ലേ? ഒരിക്കലും അല്ല. ഞാൻ നാട്ടില് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാ. ഈ ദൈവത്തിന് ഒരാളിന്റെ മേൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേതു വഴി സഞ്ചരിച്ചാലും തമ്പുരാൻ നമ്മളെ തമ്പുരാന്റെ വഴിയിലേക്ക് കൊണ്ടുവരും. അങ്ങനെയാണ് എന്നെ, സത്യം പറഞ്ഞ പാസ്റ്റേ, 2006 ജൂലൈ 17-ാം തീയതി ജീവിതം അവസാനിപ്പിക്കാൻ, ആത്മഹത്യ ചെയ്യാൻ എൻ്റെ റൂമിൽ കയറ് കെട്ടിയ ഒരു മനുഷ്യനാണ്. ആ സ്ഥലത്ത് നിന്നാണ് ദൈവം എന്നോട് പറഞ്ഞ് ബോംബെക്ക് വിട്ടോളാം. ഞാൻ ഇവിടെ വന്നു. സത്യം പറഞ്ഞ ടിക്കറ്റ് എടുക്കാൻ കാശില്ലാതെ തിരുവനന്തപുരത്ത് നിന്ന് നേത്രാവതിയുടെ ലോക്കലിൽ ഇരുന്ന് ബോംബെ വന്ന ആളാണ്. ഒരു വലിയ ജീവിതാനുഭവമാണല്ലോ. ആന്ന് പാസ്റ്റേ. നമുക്ക് ആദ്യം മുതലേ കേൾക്കണം പാസ്റ്റർ. ഞാൻ നാടിനെ കുറിച്ച് ചോദിച്ചു, ഒറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് പാസ്റ്റർക്ക് സമയം തരികയാണ്. അതായത് കുടുംബം, മാതാപിതാക്കൾ, പാസ്റ്ററുടെ കുടുംബം, ഇതൊക്കെ ഒന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. പക്ഷേ എന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ അമ്മ വിശ്വാസത്തിലാണ്. പക്ഷെ എൻ്റെ പപ്പ അത്യാവശ്യം ഒരു CPIയുടെ നേതാവും പാർട്ടി പ്രവർത്തനവും പിന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും ഉൾപ്പെട്ട ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാണ്. ഞാനും വളർന്നത് ഈ രാഷ്ട്രീയ പശ്ചാത്തലത്തിലും. ഞാൻ അറക്കൽ വില്ലേജ് കമ്മിറ്റിയിലും പുനലൂർ മണ്ഡലത്തിലും ഒക്കെ ഒരുപാട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പം ജീവിതത്തിലെ എല്ലാം, ഞാൻ സൺഡേയും ഞാനും ആരാധനയ്ക്ക് പോയിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ. സത്യം പറഞ്ഞാൽ പക്ഷേ ഞാൻ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞാൻ വണ്ടി കിളിയടിക്കാൻ പോയി, ഡ്രൈവിംഗ് പഠിച്ച്
സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് പുനലൂരിൽ പല പ്രാവശ്യം പുനലൂർ SI എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ജനിച്ചത് തന്നെ വണ്ടിക്കകത്താന്നോടാണ്, കാരണം ലൈസൻസ് ഇല്ലാതെ ഈ വണ്ടി ഓടിക്കുന്നത്. അപ്പോ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകം, അതായത് എൻ്റെ ആ ചെറുപ്രായത്തിൽ ലോകത്തിലെ എല്ലാ മ്ലേച്ഛതകളിലും ജീവിച്ച് കേസുകൾ ഇഷ്ടം പോലെ, രാഷ്ട്രീയ പ്രവർത്തനം, കേസ് ഇല്ലാത്ത, എവിടെ ഞങ്ങളുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും എൻ്റെ പേരില്ലാത്തൊരു പ്രശ്നമില്ലായിരുന്നു. ആ ഒരു സ്ഥാനത്ത് നിന്ന് ഞാനൊരു ഹിന്ദു കുടുംബത്തിലെ ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു. ആക്ച്വലി ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഇപ്പം ഒമാനിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ IPCയിലെ പാസ്റ്ററാണ്, പുള്ളി നേരത്തെ മുണ്ടക്കയത്തായിരുന്നു, ഇപ്പോ പുള്ളി വാളകത്തിനടുത്ത് അമ്പലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് സഭാ ശുശ്രൂഷകനാണ്. ഞാൻ വ്യത്യസ്തമായ ഒരു വഴിയിലൂടെ പോയ ആളാണ്. എന്നെ തമ്പുരാൻ ബോംബെ ഓടിച്ചുകൊണ്ട് പോകുന്നു. ശരി പാസ്റ്റർ, അപ്പം നമുക്ക് ഈ ഒത്തിരി കഥകൾ പറയാനുണ്ടെന്ന് മനസ്സിലായി. പാസ്റ്റർ ഇത്രയും ഒരു കുടുംബത്തെക്കുറിച്ച് ഇൻട്രഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്ക് മറ്റൊരാളെ പരിചയപ്പെടുത്തിയതാണ്. പാസ്റ്ററെ, അദ്ദേഹം ഈ പഴയ മദ്രാസിലെ മോൻ്റെ ഒക്കെ കാര്യം പറഞ്ഞതുപോലെ ഒത്തിരി വ്യത്യസ്ത വഴിയിലൂടെ നടന്നതാണെന്ന്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി പാസ്റ്ററും അങ്ങനെ ഒത്തിരി വിപുലകരമായിട്ട് ഒരുപാട് വ്യത്യസ്തമായ വഴിയിലൂടെ ലോകം എന്താണെന്ന് ചെറുപ്രായത്തിലേ മനസ്സിലാക്കിയ ഒരാളാണ്. ശരി, അപ്പൊ ആദ്യം മുതലേ ചെറുപ്രായം മുതലുള്ള ഈ അനുഭവങ്ങളെല്ലാം പാസ്റ്റർക്ക് പറയാം. ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഞാൻ കേൾക്കാൻ റെഡിയാ കേട്ടോ, പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദ്യം ചോദിക്കത്തുള്ളൂ, അതും പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ. കണ്ടിന്യൂ ചെയ്യാം പാസ്റ്ററെ. പക്ഷേ ചെറുപ്രായത്തിലെ ഞാൻ അമ്മ വിശ്വാസത്തിലാണ്. എപ്പോഴും എൻ്റെ വീട്ടില് ഞാൻ ഉണരുന്നതും ഈ അമ്മയുടെ കരച്ചില് കിട്ടും. സത്യം പറഞ്ഞ പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് തന്നെ എൻ്റെ മാതാവിന്റെ കരച്ചിലിന്റെ ഒരു റിസൾട്ടാണ്. എൻ്റെ നാട്ടിൽ ചെന്നിട്ട് ആരോടെങ്കിലും ചോദിച്ചാൽ സിനു മാത്യു ആളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവനെ പോലെ ഒരു ലോക ഫ്രോഡ് വേറെ ഇല്ലെന്ന് പറയത്തേ ഉള്ളൂ, ആരും ഒരു നല്ല വാക്ക്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി, ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റിയപ്പോൾ, ദൈവം നമ്മളെ കണ്ടപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു. പക്ഷേ ചാർച്ചക്കാര്, ബന്ധുക്കള് ഒരു പ്രാവശ്യം എൻ്റെ അമ്മ പോലെ എന്നോട് പറഞ്ഞു, മോനെ നീ നശിച്ചു പോകത്തേ ഉള്ളൂടെ ഇങ്ങനെ പോയാൽ. പക്ഷേ ആ സ്ഥാനത്ത് അപ്പോഴെല്ലാം ദൈവത്തിന്റെ ഒരു ദൃഷ്ടി എൻ്റെ മേലുണ്ടായിരുന്നു. ഞാൻ എവിടെ പോയാലും ഒരു പ്രതിസന്ധി ചെന്ന് അകപ്പെട്ടു പോകാതെ അതിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്ന് വഴി നടത്തിയ ഒരു തമ്പുരാൻ, ഒരു അദൃശ്യകരം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്. അന്നത്തെ കാലത്ത് എനിക്ക് സ്വന്തമായിട്ട് കാറ്, അത്യാവശ്യം ബിസിനസ്, ഇഷ്ടംപോലെ കൂട്ടുകാർ. ഒരു ദിവസം ഇതെല്ലാം അവസാനിച്ചു. ഞാനൊരു വലിയ, അന്ന് 2006 ഞാനൊരു വലിയ കടക്കാരനായി. അന്നത്തെ കാലത്ത് ഞാൻ 4 ലക്ഷം രൂപയുടെ കടക്കാരനാ. എനിക്ക് ഫോൺ എടുക്കാൻ പറ്റത്തില്ല, അതുപോലത്തെ തെറിയ ആൾക്കാർ വിളിക്കുന്ന പൈസ കൊടുക്കാൻ. പിന്നെ ഭീഷണി. അപ്പൊ ഞാൻ ചിന്തിച്ചു, അപ്പം എൻ്റെ ഭാര്യ അന്ന് സ്ഥലത്തില്ല. ഭാര്യ സൗദിയില് നേഴ്സായിട്ട് ജോലി ചെയ്യുക. എൻ്റെ കയ്യിൽ 2 കൊച്ചുങ്ങളാണ്. എൻ്റെ മോന് 1 വയസ്സും 6 മാസവും, മോക്ക് 8 മാസം പ്രായമുള്ളപ്പോഴായി പുള്ളിക്കാരത്തി സൗദിക്ക് പോകുന്നേ. ഈ കൊച്ചുങ്ങളെ 2പേരെയും ഞാൻ രാത്രിയിൽ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന് കരയുക. കാരണം തീർന്നു, ഇനി എനിക്ക് മുമ്പോട്ടൊരു വഴിയില്ല, എല്ലാം അവസാനിച്ചു. അന്ന് രാത്രിയിൽ ഞാൻ ഈ കൊച്ചുങ്ങളെ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് കരയുമ്പം ഈ കുഞ്ഞുങ്ങൾ എന്നെ നോക്കി കരയും. കാരണം ഈ കൊച്ചുങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ അമ്മയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞമ്മേ, അമ്മ ഈ കൊച്ചുങ്ങളെ നോക്കണം. അപ്പൊ ഞാൻ അമ്മയോട് ഇതൊന്നും പറയുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണോ ഒന്നും ഞാൻ പറയുന്നില്ല. കൊച്ചുങ്ങളെ ഞാൻ അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാൻ റൂമിനകത്ത് കയറി. പക്ഷേ ഞാൻ മുട്ടുമേൽ ഇരുന്നു. അപ്പോഴെല്ലാം ഒരു ബൈബിൾ എൻ്റെ കട്ടിലിരിപ്പോൾ. ഞാൻ ഈ ബൈബിൾ എന്നെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച് ഞാൻ പൊട്ടിക്കരയോ. ഈ ലൈഫിലെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്നവനെ ആ ഒരു സിറ്റുവേഷൻ അറിയത്തുള്ളൂ. ഞാൻ വലിയ വാവിട്ട് കരഞ്ഞു ദൈവസന്നിധിയിൽ. അപ്പൊ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒത്തിരി പാപം ചെയ്ത മനുഷ്യനാണ്, ബലഹീനനാണ്, ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാം. പക്ഷെ ഞാൻ ഒരു കസാരയിൽ കയറി, ഞാൻ ഒരു ഷോള് ആ റൂമിന്റെ മേളത്തെ പൈപ്പയിൽ കെട്ടി എൻ്റെ കഴുത്തിലിട്ടപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, സിനു നീ മരിക്കേണ്ടവനല്ല, നീ ബോംബെക്ക് പോയിക്കോളാൻ പറഞ്ഞു. അപ്പൊ എൻ്റെ ചോദ്യം, ബോംബെയിൽ എനിക്ക് ആരുമില്ല. അപ്പൊ നോക്കണേ, ഈ ദൈവത്തിന്റെ ഓരോ വഴികൾ. ബോംബെയിൽ എനിക്ക് ഒരൊറ്റ ഒരാളെ അറിയത്തുള്ളൂ, സോന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാള്. അത് എൻ്റെ വൈഫിന് വിസയ്ക്ക് നാട്ടിൽ ഒരാളുടെ കയ്യില കൊടുത്തേ. ഈ ആള് 75,000 രൂപ വിസയ്ക്ക് 20,000 രൂപ മാത്രമേ ഈ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, ഈ ഏജൻസിയിൽ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 50,000 രൂപ മറ്റേ ആള് മുക്കി. ഇവിടെ ടിക്കറ്റും വിസയും റെഡിയാ. ബോംബെയില് മാഹിമില് ടിക്കറ്റും വിസയും റെഡിയാ.
പക്ഷേ ബാക്കി 50,000 കൊടുക്കണം. അന്ന് പുള്ളി എന്നോട് പറഞ്ഞു, മോനെ പൈസ തരുവാണെങ്കിൽ എനിക്ക് ടിക്കറ്റും വിസയും തരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞങ്ങൾ പുള്ളിയോട് സംസാരിച്ചു, ഇത്രയും പൈസ കൊടുത്തതാ, ഇനി ഒരു 50,000 രൂപ അറേഞ്ച് ചെയ്യാൻ ഇല്ല. അപ്പൊ പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വന്നിട്ട് അവള് പോട്ടെ, ജോലി ചെയ്തിട്ട് പുള്ളിക്ക് കുറച്ച് കൊടുത്താൽ മതി. അന്ന് ആ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടത് ഞാൻ. ആ മനുഷ്യന്റെ നമ്പർ മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. ഞാൻ രാത്രിയിൽ ഈ മനുഷ്യനെ ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, സോനവ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇനി എനിക്ക് മറ്റൊരു വഴിയില്ല ആത്മഹത്യ അല്ലാതെ. പുള്ളി എന്നോട് ചോദിച്ചു, മോനെ നിനക്ക് എന്ത് പണിയറിയാം? ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടി ഓടിക്കാൻ, സ്വന്തമായിട്ട് വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടി ഓടിക്കാൻ അറിയാം. മോനെ നീ ഇവിടെ വന്നിട്ട് നിനക്ക് റൂട്ട് അറിയത്തില്ല, ഭാഷ അറിയത്തില്ല, നീ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സോനഭായി, ഇന്ന് നമ്മുടെ ഈ വിഷയത്തിനൊരു തീരുമാനമില്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമോ? പുള്ളി പറഞ്ഞു, മോനെ നീ അത് ചെയ്യരുത്, നീ വരാൻ പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുർളയിൽ സ്റ്റേഷനിൽ ഇറങ്ങണം, ഞാൻ അവിടെ വന്നേക്കും നേത്രാവതി കയറാൻ. എൻ്റെ പാസ്റ്റേ, രാത്രി എൻ്റെ വീടും വാളകവുമായിട്ട് ഒരു 6 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ രാത്രിയിൽ 12 മണിക്ക്, ഭയങ്കര മഴയാ ജൂലൈയിൽ, ഞാന് നടന്ന് നനഞ്ഞ് വാളകത്തെത്തി. ഞാൻ ഒരു തിരുവനന്തപുരം ഫാസ്റ്റേ കയറി, തിരുവനന്തപുരത്ത് ഇറങ്ങി, തിരുവനന്തപുരത്ത് നേത്രാവതിയുടെ ലോക്കലിൽ കയറി, അനങ്ങാതെ ഒളിച്ചിരുന്ന് ബോംബെ വന്ന ആളാണ്. ബോംബെ വന്നിട്ട് പുള്ളി അപ്പം വന്ന് എന്നെ കൊണ്ടുപോയി. പുള്ളി ഒറ്റയ്ക്ക് റൂമിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളി ചാവക്കാട്ടുകാരനാണ്, പുള്ളിയുടെ അമ്മ മരിച്ചുപോയി, പുള്ളി നാട്ടിൽ പോയി. പിന്നെ എനിക്ക് ഭക്ഷണമില്ല, എൻ്റെ അടുത്ത് പൈസയില്ല. പക്ഷേ ബോംബെയിൽ മാഹിം ചർച്ചിന്റെ അവിടെ മുതൽ പാരഡൈസ് സിനിമയുടെ അവിടെ വരെ ഞാൻ 15 ദിവസം പൈപ്പിലെ വെള്ളം കുടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ട് വൈകിട്ട്. എൻ്റെ ബോംബെയിലെ എക്സ്പീരിയൻസ് ആണ്. ആഹാരമില്ല, ഭാഷ അറിയത്തില്ല, ജോലിയില്ല. അവസാനം എനിക്ക് ബോംബെയിൽ ഒരു ജോലി കിട്ടി. ഒരു മലയാളിയെ പരിചയപ്പെട്ട്, മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിയുടെ ഡ്രൈവർ, മുടിയനായ പുത്രൻ പറഞ്ഞ പോലെ ഞാൻ എന്തു പണിയും ചെയ്യാം. എന്നാ പിന്നെ പന്നിയെ നോക്കിക്കോ, ശമ്പളം. ഞാൻ അന്ന് അവരോട് പറഞ്ഞ, ശമ്പളം എനിക്ക് തന്നില്ലേലും വേണ്ടിയല്ല, എനിക്ക് കഴിക്കാനും കിടക്കാനും ഒരു സ്ഥലം. അങ്ങനെ ഞാൻ 2000 രൂപ സാലറിക്ക് അമൃതാനന്ദ മഠത്തിലെ സ്വാമിക്ക് ഡ്രൈവറായിട്ട് ഞാൻ ജോലി കയറി. 3 വർഷം അതിൻ്റെ ഒരു വലിയ ട്രെയിനിങ് പീരീഡ് ആയിരുന്നു. 3 വർഷം അവിടെ ജോലി ചെയ്തു. എനിക്ക് അന്ന് ഞാൻ ചർച്ചുകൾ അന്വേഷിക്കുമായിരുന്നു, എവിടെയെങ്കിലും ചർച്ചിൽ പോകാൻ. എന്നെ അവർ വിടുകയല്ല, കാരണം സൺഡേയിൽ അവർ എന്തെങ്കിലുമൊക്കെ പരിപാടി ഒപ്പിക്കും. പിന്നെ അങ്ങനെ ഞാൻ സീവുഡിൽ ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു. ഞാൻ പിന്നെ അവിടെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഞാനും വൈഫും കൂടെ ഞങ്ങൾ ഒരു തീരുമാനം. ഈ 3 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ കുറേ പൈസ, പുള്ളിക്കാരത്തിൽ ജോലി ചെയ്തത്, എൻ്റെ ശമ്പളം. അപ്പൊ എനിക്ക് ഈ മഠത്തില് ഒരു സാർ ഉണ്ടായിരുന്നു, ശ്രീനിവാസൻ സാർ എന്ന് പറയും. പുള്ളി എനിക്ക് ഒരു ചിട്ടിക്കൊക്കെ കൊടുക്കാനും അവിടുത്തെ ഒരു SBIയിൽ ഒരു അക്കൗണ്ടൊക്കെ എടുത്ത് തന്നെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത മനുഷ്യൻ. അങ്ങനെ ഞങ്ങൾ ഈ നാട്ടിലെ കടകളൊക്കെ തീർത്തു. ഞങ്ങൾ തമ്മിൽ ദിവസം ഞങ്ങൾ തീരുമാനം എടുത്തു, ഇനി നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി. ഇത്രത്തോളം നമ്മളെ നടത്തി ഒരു പുതിയ ജീവിതമാണ്. കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയ ഇടയ്ക്കൊക്കെ ചോദിക്കുകയാണേ, പാസ്റ്റർ ആരംഭത്തിലൊന്ന് പറഞ്ഞു വൈഫ് ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോൾ വൈഫ് ഓൾറെഡി വിശ്വാസത്തിൽ വന്നായിരുന്നോ? ആക്ച്വലി പാസ്റ്ററെ, അവരെല്ലാം കട്ടർ ഹിന്ദു വിശ്വാസത്തിലുള്ളവരായിരുന്നു. അപ്പം ഈ പുള്ളിക്കാരത്തിയെ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭയെ ശുശ്രൂഷിക്കുന്ന ഒരു ആന്റി ഉണ്ട്. ആ ആന്റി പുള്ളിക്കാരത്തിയെ സഭയെ കൊണ്ടുവരാം. പുള്ളിക്കാരത്തി ഞങ്ങൾ പരിചയപ്പെടുന്നതിന് മുന്നേ പുള്ളിക്കാരത്തി ചർച്ചിൽ പോകും, ആരാധനയ്ക്ക്, പക്ഷെ സ്നാനപ്പെട്ടിട്ടില്ലായിരുന്നു. വിശ്വാസി, കർത്താവിനെ അറിയുന്ന പുള്ളിക്കാരത്തി നേഴ്സായിരുന്നു. ശരി. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങളുടെ വിവാഹമൊക്കെ കഴിഞ്ഞായിരിക്കും സ്നാനപ്പെട്ടത് അല്ലേ? വിവാഹം, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് എനിക്ക് മക്കളുണ്ടായതിനു ശേഷം. നിയമപരമായി ചർച്ച വെച്ച് വിവാഹം നടക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടായതിനു ശേഷം. ശരി. അതൊരു വിപ്ലവമായിരുന്നെന്ന് ചുരുക്കം. എന്തോ അതും ഒരു വിപ്ലവമായിരുന്നെന്ന് ചുരുക്കം. അതെ 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 അതെ. അത് ഞങ്ങൾ നാട് വിട്ടു പോയി, വലിയ പ്രശ്നങ്ങളായി. ശരി, കേൾക്കാം, തുടരാം കേട്ടോ. അങ്ങനെ പാസ്റ്റേ, ഞങ്ങൾ തമ്മിൽ ഒരു തീരുമാനം എടുത്തു, നമ്മൾ ഇനി കർത്താവിന് വേണ്ടിയിട്ട് ജീവിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പാസ്റ്റേ, ചർച്ച് മിനിസ്റ്റേഴ്സ് സുവിശേഷം പറയുക ആൾക്കാരുണ്ട്. അപ്പൊ പുള്ളിക്കാരത്തി മുഴുവനും ജോലി റിസൈൻ ചെയ്തു. ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർന്നു. എൻ്റെ കൊച്ചുങ്ങൾ നാട്ടിൽ പഠിക്കുമായിരുന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊണ്ടുവന്നു. ഞാൻ ആദ്യമായിട്ട് നവി മുംബൈയില് സീവുഡ്സില് ഒരു ബി ടൈപ്പ് വീട് വാടക എടുത്തിട്ട് പുള്ളിക്കാരത്തി സൗദിയിൽ നിന്ന് ഡയറക്റ്റ് ബോംബെയിലാണ് വന്നേച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ നാട്ടിൽ പോയി കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവന്നു. അപ്പൊ ഞാന് കുര്യൻ ഡാനിയേൽ എന്ന് പറയുന്ന ഒരു ആക്ച്വലി പുള്ളിയാണ് എനിക്ക് ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനും
എന്നെ ആക്ച്വലി പുള്ളി എന്നെ ഒത്തിരി ആത്മീയപരമായി, പുള്ളി ഒരു ഓർത്തഡോക്സുകാരൻ. ഈ പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവരെ കൊണ്ട്. പുള്ളി ഒരു ഓർത്തഡോക്സുകാരനാണെങ്കിലും എനിക്ക് പനവേലിലെ രഹോബത്ത് ബിബ്ലിക്കൽ സെമിനാരി പാസ്റ്റർ യേശുദാസ് ബെന്നിയുടെ അവിടെ വരണം. ഞങ്ങൾ നെറുള്ള താമസിക്കുന്നത്. അപ്പം എനിക്ക് പുള്ളിക്ക് പലപ്പോഴും പുള്ളി YMCയിലെയും ഹഗായിയുടെ ഒക്കെ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. പുള്ളി ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ പുള്ളിക്ക് പല മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിന്റെ സമയത്ത് എനിക്ക് പോകാൻ പറ്റാതെ ഒരു പുള്ളി എന്തെന്നറിയുമോ, അന്നത്തെ സമയത്ത് ഊബർ വിളിച്ചു പോയിട്ട് പുള്ളിയുടെ വണ്ടി എനിക്ക് തരും ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ. അപ്പൊ ഞങ്ങൾ ഈ ബൈബിൾ കോളേജിൽ പോകുമ്പോൾ കൊച്ചുങ്ങളെ വീട്ടിൽ രണ്ടുപേരെയും ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഒരു ദിവസം പിന്നെ എനിക്ക് പുള്ളി ഒരു സ്കൂട്ടർ ഉണ്ട്, ബജാജ് ചെയ്തിട്ട്. ഈ സ്കൂട്ടറിൽ പോയപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈബിൾ കോളേജിൽ കൂടി തിരിച്ചു വന്നപ്പോൾ കലമ്പോലി വെച്ച് ഒരു ട്രക്ക് ഞങ്ങളെ പുറകിൽ അടിച്ചു. ഞങ്ങൾ രണ്ടുപേരും അവിടെ വെച്ച് തീർന്നു കൊണ്ടിരുന്നു. ഞങ്ങൾ ഒരു ഓടയിൽ വീണു. ഞങ്ങൾ ഒരു ദിവസം ഞങ്ങൾക്ക് ഫോൺ വരുന്നു, കൊച്ചുങ്ങൾ വീട്ടിലില്ല, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ ബൈബിൾ കോളേജിൽ കൊച്ചുങ്ങളെ പൂട്ടിയിട്ടിട്ടായിരുന്നു പോയി. അപ്പൊ ഈ മഴ ഇടിയും പറ്റിയപ്പം കൊച്ചുങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തൊരു വീട്ടിൽ പോയി. ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് പാസ്റ്റേ ഞാൻ. അപ്പം ഞാനും വൈഫും ഞങ്ങളുടെ പണി, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പം രാത്രിയിൽ എനിക്കൊരു സ്കൂട്ടർ ഉണ്ട്, ഞങ്ങൾ അതിനകത്ത് സീവുഡ് മുഴുവനും കറങ്ങി പ്രാർത്ഥിക്കും. ഇപ്പോഴുള്ള സീവുഡൊക്കെ ഇപ്പോഴാണ് വലിയ ഡെവലപ്പ്. അന്നൊന്നും ഒരു ഡെവലപ്പും ഇല്ല, ഒരു ചെറിയ സ്ഥലങ്ങളാണ്. ഞങ്ങൾ സ്കൂട്ടറിനകത്ത് രണ്ടുപേരും കൂടെ ഓരോ ഗല്ലിയിലും കരേവ്, ഗാവ്, സീവുഡ് എല്ലാം കറങ്ങി നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അതിനു മുന്നേ എൻ്റെ ലൈഫിൽ മറ്റൊരു കാര്യം, ഈ ചാരിറ്റിയിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ആശ്രമത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന 2000 രൂപ ശമ്പളം. അപ്പൊ ഞാൻ സീവുഡില് രാജ്കുമാർ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്, രാജ്കുമാർ. ഞാൻ പുള്ളിയുടെ ചർച്ചിലാണ് പോകുന്നത്. അപ്പം ഒരു അതൊരു ദിവസം തമിഴ് ചർച്ചല്ലേ പാസ്റ്ററെ? ആക്ച്വലി പുള്ളി പകുതി മലയാളിയും വൈഫ് മലയാളിയാണ് അല്ലേ? അതെ അതെ അതെ. അതെ. പിന്നെ ആണെങ്കിൽ അപ്പൊ ഈ ആക്ച്വലി പാസ്റ്ററെ നമ്മുടെ ആശ്രമത്തിലെ ജീവിതം അവിടെ നോൺ വെജ് ഇല്ല, അവിടെ വെജ് മാത്രമേ ഉള്ളൂ. നമുക്ക് പുറത്തൊന്നും അലോഡും അല്ല, തന്നെയല്ല നമുക്ക് പുറത്തു പോയി കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലതാണ്. അപ്പം ഞായറാഴ്ച ആയിരിക്കും ചിലപ്പം ഈ ആക്ച്വലി ഈ രാജ്കുമാർ പാസ്റ്ററെ വൈഫ് ചിലപ്പോൾ നമുക്ക് ഒരു മുട്ട പൊരിച്ച് തരുമോ, എന്തെങ്കിലും ഒരു പിടി ചോറ് തരുമോ, അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ അങ്ങനെ ആണല്ലോ താമസിക്കും. അപ്പൊ എന്നെ അവരെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു അനുഭവം, എൻ്റെ കയ്യിൽ ഒരു 100 രൂപയേ ഉള്ളൂ. ഒരു മാസം ഈ സാലറി ബേസിൽ ജോലി ചെയ്യുന്നവന്റെ ഒരു അനുഭവം, ഒരു മാസം വേണം ഈ പൈസ കണ്ടിന്യൂ ചെയ്യാൻ. 2000 രൂപ സാലറി എങ്കിൽ ഒരു മാസം അത് മുഴുവനും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. സ്തോത്രാഴ്ചയുടെ സമയമായപ്പോ ഈ സ്തോത്രാഴ്ച പാത്രം എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. എൻ്റെ ഭാഷ ഞാൻ ചിന്തിച്ചത് ഈ 100 രൂപ ഇട്ടിട്ട് ഒരു 50 രൂപ തിരിച്ചെടുക്കാം എന്ന് ചിന്തിച്ച് ഞാൻ ഇരിക്കുന്നത്. എൻ്റെ അടുത്ത് ഈ സ്തോത്രാഴ്ച പാത്രം വന്നപ്പോൾ ഞാൻ ഈ 100 രൂപ ഇട്ടു. പിന്നീട് എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല. ഞാൻ പാസ്റ്ററോട് ആരാധന കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങി, പക്ഷേ ഞാൻ പോവാ. ഞങ്ങൾ പുറത്തിറങ്ങി ഞാൻ നടന്നു വന്നപ്പോൾ ഒരു ബൈക്കുകാരൻ എന്നോട് പറഞ്ഞു എവിടെ പോവാ. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നടുത്ത് പോകണം. എന്നെ ആ ബൈക്കുകാരൻ അവിടെ കൊണ്ടാക്കി. സത്യം പറഞ്ഞ എൻ്റെ ദേവദാസനെ, അന്ന് ഞാൻ എൻ്റെ അവസ്ഥയിൽ നിന്ന് ഞാനത് ചെയ്തപ്പോൾ ആ ഒരു മാസം എനിക്ക് കിട്ടിയ സാലറിയെക്കാട്ടിലും 500 മടങ്ങ് അനുഗ്രഹത്തോടെ ദൈവം എന്നെ നടത്തി. ഞാൻ ചിന്തിച്ച പല കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഞാൻ അവിടെ ഈ 2000 രൂപ സാലറി കിട്ടുമ്പോൾ ഞാൻ എല്ലാ മാസവും 25 പാക്കറ്റ് ഉണ്ടാക്കും. അപ്പൊ എനിക്ക് ഈ തെരുവിൽ കിടക്കുന്ന കൊച്ചുങ്ങളെ കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ശരീരത്തിന്, ഹൃദയത്തിന് ഭയങ്കര ഭാരം, ശരീരത്തിന് രോമങ്ങളെല്ലാം എഴുന്നേക്കും. അപ്പൊ ഞാൻ ഒരു 25 പാക്കറ്റ് ഉണ്ടാക്കും. 4 ബ്രെഡ്, ഒരു മുട്ട, ഒരു പഴം. ഇത് പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഡയറക്റ്റ് ചെന്ന് കൊടുക്കുമ്പം ഈ പിള്ളേരും വലിയവരും ഒന്ന് ഭയങ്കരമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, എനിക്കത് മനസ്സിലാകും പാസ്റ്റർ. ഞങ്ങളുടെ ചർച്ച് ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുമ്പോഴേ എൻ്റെ തൊലിയൊക്കെ മാന്തി പറിച്ചിട്ടുണ്ട്. പിടിച്ചു പറിക്കുമ്പോഴേ പിന്നെ നമുക്കറിയത്തില്ലല്ലോ ഇവരെ ആദ്യമേ ക്യൂ നിർത്തിയിട്ട് വേണം ഇത് കൊടുക്കാൻ തുടങ്ങണ്ടെന്നുള്ളത്. അതെ അതെ അതെ. പിന്നീട് ഞാൻ ചെയ്യുന്ന പണി, ഞാൻ രഹസ്യമായിട്ട് ചെന്ന് നിന്നിട്ട് ഈ റിയൽ തെണ്ടുന്ന കൊച്ചുങ്ങളുണ്ട്, അവർക്ക് മാത്രം രഹസ്യമായിട്ട്, കാരണം നമ്മുടെ അടുത്ത് തോനെ കൊടുക്കാനില്ല. എന്റെ കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു കുറച്ച് മാറ്റി വെച്ചു. അപ്പോഴേ ഞാനൊരു വലിയ പ്രതിസന്ധി നിൽക്കുന്ന ആളാണ്. അങ്ങനെയായിരുന്നു എൻ്റെ ആ ശുശ്രൂഷയുടെ തുടക്കം. ഗല്ലികളിൽ പോയി പ്രാർത്ഥിക്കുക, ഇതിങ്ങനെ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, പിള്ളേരോട് എന്തോ ഒരു പ്രത്യേകത. പക്ഷെ മനസ്സ് മുഴുവനും ചർച്ച് മിനിസ്ട്രിയാണ്. പക്ഷെ ദൈവം എന്നെ കണ്ടത് ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ടായിരുന്നു.
ഞാൻ സത്യം പറഞ്ഞ പാസ്റ്ററെ, എൻ്റെ ലൈഫ്, ബോംബെയിലെ ലൈഫിന്റെ തുടക്കം മുതൽ ഈ സമയം വരെയും ഉപവാസവും പ്രാർത്ഥനയുമാണ് എൻ്റെ നിലനിൽപ്പ്. എനിക്ക് ഒരു ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. സ്വന്തമായിട്ട്, അതായത് ജോലി ചെയ്യുക, ശുശ്രൂഷ ചെയ്യുക, ആ, ജോലി ചെയ്യുക, അതിൽ നിന്നുള്ള വരുമാനത്തിൽ മിനിസ്റ്റർ ചെയ്യുക എന്നൊരു ചിന്ത പോയ ഒരാളാണ്. ഒരു സംഘടനയുമായി ചേർന്ന് പോയി ഇന്നുവരെ അങ്ങനെ ഒരു ഗൈഡൻസ് ഇന്നുവരെ എനിക്ക് ദൈവം തന്നിട്ടുമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കണ്ടിന്യൂ 20 ദിവസം, 21 ദിവസം, 40 ദിവസം, 6 ദിവസം ഇങ്ങനെ ഉപവാസം കണ്ടിന്യൂ ഞങ്ങൾ ഫാസ്റ്റിംഗ്. ഒരു ദിവസം ഞാൻ 21 ദിവസം ഉപവാസം ഇരിക്കുമ്പോൾ ദൈവം എന്നൊരു ദർശനം കാണിച്ചു. അപ്പോഴേ ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ജോലിയോട് കൂടെയാണ് ഞാൻ ഈ ഉപവസിക്കുന്നത്. അപ്പൊ ഞാൻ കണ്ട ദർശനം, ഒരു 3 കുട്ടികള് ചുമന്ന ഷർട്ടിനകത്ത് ലൈൻ കള ഷർട്ടിനകത്ത് വരെയുള്ള യൂണിഫോം, കാക്കി നിക്കർ ഇതിട്ട 3 കുട്ടികള് ഒരു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഒരു ദർശനം ഞാൻ കണ്ടു. എനിക്ക് അതിന്റെ പൊരുൾ മനസ്സിലായി. ഞാൻ രാവിലെ പുള്ളിക്കാരത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, അതിന്റെ അർത്ഥം എന്തൊന്നും എനിക്ക് മനസ്സിലായില്ല, നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് എന്നെ ഒരു 11 മണിയായപ്പം ജോയ് ഫെലിക്സ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ വിളിച്ചു. ഈ ജോയ് ഫെലിക്സ് പാസ്റ്റർ ഞങ്ങളെ ബൈബിൾ കോളേജിൽ പഠിപ്പിച്ച അധ്യാപകനാണ്. അപ്പം ഈ അധ്യാപകൻ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റേ, പനവേലില് ഒരു ഓർഫനേജ് നടത്തിക്കൊണ്ടിരുന്ന ഒരു തെലുങ്കുകാരൻ പാസ്റ്റർ ഉണ്ട്. അപ്പം ഈ പനവേലിൽ ഒരു ഇഷ്യൂ നടന്നു. ഹിന്ദു ഫാമിലി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഓർഫനേജിലെ ഈ ഡിസേബിൾഡ് ചിൽഡ്രൻ, ലേഡീസ് കൊച്ചുങ്ങളായിരുന്നു, അവര് ദുരുപയോഗം ചെയ്തു. അങ്ങനെ വലിയ കേസായി, പോലീസ് റെയ്ഡ് നടത്തി. അപ്പം ഈ കൃപ പാസ്റ്റർ എന്ന് പറയുന്ന ഈ പാസ്റ്ററുടെ സ്ഥാപനത്തിലും റെയ്ഡ് നടത്തി. അപ്പം ഇദ്ദേഹം അങ്ങനെ എന്താ പറയാ, ഗവൺമെന്റ് അനുശാസിക്കുന്ന നിയമപരമായിട്ടൊന്നും നടത്തിക്കൊണ്ട് പോയ ആളല്ലായിരുന്നു. അപ്പൊ പുള്ളിയെടുത്ത് 9 കുട്ടികളുണ്ടായിരുന്നു. 9 കുട്ടികളില് പുള്ളി 5 പേരെ വിട്ടു. പിന്നെ ഒരാളെ അവരുടെ ആരും കൊണ്ടുപോകും, ബാക്കി 3 കുട്ടികളുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, പാസ്റ്റേ, പനവേൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒന്ന് പോയി നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ പറഞ്ഞു, പാസ്റ്റേ, ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഇന്നലെ രാത്രി ഒരു ദർശനം കണ്ടു. അപ്പം എന്താ അതിന്റെ പൊരുന്ന? എന്നോട് പറഞ്ഞു, ധൈര്യമായിട്ട് പോരെ. അപ്പൊ ഞാൻ ഓൾറെഡി ഡ്യൂട്ടിയില്ല. അപ്പൊ ഞാൻ കുര്യൻ സാറിനോട് പറഞ്ഞു, സാറേ, എന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയ്ക്ക് ബ്ലഡ് കൊടുക്കണം, എനിക്ക് MGM വരെ പോകണം, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ഇന്നതിന് പോവെന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയും. അപ്പൊ എന്നോട് പറഞ്ഞു, പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സ്കൂട്ടി എടുത്തുകൊണ്ട് ഞാൻ പനവേൽ വന്നു. ഞാൻ ഈ ജോയ് പാസ്റ്ററെ കണ്ടു. ജോയ് പാസ്റ്റർ എന്നെ കൂട്ടി ഈ കൃപ പാസ്റ്റർ എടുക്ക വന്നു. ഇത് നടക്കുന്നത് 2010 കാര്യം ഞാൻ പറയുന്നത്. കൃപ പാസ്റ്റർ എടുക്ക വന്നു. ഞാനും കൃപ പാസ്റ്ററും കൂടെ സംസാരിച്ചു. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇതാണ് വീട്, ഒരു റോ ഹൗസ്, കയറിയപ്പോ ഒരു ഹോള്, അവിടെ കുറെ 1-2 അലമാര, 1-2 കസരയൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം മേളിൽ നിന്ന് 3 കൊച്ചുങ്ങൾ, ഞാൻ ദർശനം കണ്ട സെയിം 3 കുട്ടികള്, സെയിം യൂണിഫോം ഇട്ട് അവര് മേളിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. ഇത് കണ്ടപ്പോ എന്റെ ശരീരത്തിലെ മുഴുവൻ രോമം എഴുന്നേറ്റു. മറിയ എലിസബത്തിനെ കണ്ടു വന്ദനം ചെയ്തപ്പോൾ പിള്ള വയറ്റി തുള്ളി പോലെ സെയിം അവസ്ഥ. അപ്പം എനിക്ക് മനസ്സിലായി, ഇവിടെ എന്തോ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുക. അപ്പം പാസ്റ്റർ പറഞ്ഞു, എൻ്റെ അടുത്ത് ഫ്രിഡ്ജ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, പിന്നെ 20,000 രൂപ വീടിന്റെ ഡിപ്പോസിറ്റ് ഉണ്ട്, പിന്നെ ഈ സാധനം എല്ലാം കൂടെ പാസ്റ്റർ കണക്ക് കൂടി പറഞ്ഞു, എനിക്ക് 1,00,000 രൂപ തരണം. 1,00,000 രൂപ തരാം. അപ്പൊ ഞാൻ ഈ വീടും ഈ കുട്ടികളെ ഹാൻഡ് ഓവർ ചെയ്യാം. അപ്പൊ എന്നോട് ചോദിച്ചു, പാസ്റ്റർക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? അപ്പൊ ഞാൻ ഈ കുര്യൻ സാറിന്റെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ ഈ തെരുവിലെ കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡ് കിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ ഒരു ദിവസം കുര്യൻ സാർ എന്നോട് പറഞ്ഞു, സിനു, നീ ഇത് കൊടുക്കുന്നതിനൊന്നും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ നീ ഏതെങ്കിലും ഒരു രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചേക്കണം. കാരണം ആരെങ്കിലും പിടിച്ച് നീ ഇത് കൊടുക്കുന്നതിനെ പിടിച്ചകത്തിട്ടാൽ നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങി വരണ്ടായോ. അങ്ങനെ എൻ്റെ ദേവദാസനെ അന്ന് എനിക്ക് തോന്നുന്നു 2008 ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്മാനുവൽ ഗോസ്പൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേരിൽ. അപ്പം ആ രജിസ്ട്രേഷൻ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ ഈ പാസ്റ്ററിനോട് ചോദിച്ചു, രജിസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്തുണ്ട്. അപ്പം എന്നൊരു കാര്യം ചെയ്യാം, ഒരു എഗ്രിമെന്റ് എഴുത്, എനിക്ക് 1,00,000 രൂപ തരണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ അടുത്ത് ഒരു പൈസയില്ല, ഞാൻ ഈ കൊച്ചുങ്ങളെ നോക്കിക്കോളാം. അപ്പം പാസ്റ്റർ പറഞ്ഞു, ഞങ്ങള് പലയിടത്തും പുറത്തും പലയിടത്തും പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ഞാൻ പറഞ്ഞു, പാസ്റ്റർ, ദർശനം ദൈവം എന്നെ കാണിച്ചു ഈ 3 കുട്ടികളെ. അപ്പൊ ഞാൻ ഒരു കാര്യം ഉറപ്പിക്കുന്നു, ദൈവത്തിന് എന്തോ എന്നിലൂടെ ചെയ്യാനുണ്ട്. അപ്പം ആ ഒരു കാര്യം ഞാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുന്ന കുറെ സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകാം,
വീടിന്റെ ഒരു 20,000 രൂപയുടെ ഡിപ്പോസിറ്റ് ഉണ്ട്, അതിന് ആ പൈസ ബാക്കിയൊക്കെ ഞാൻ കൊണ്ടുപോയിക്കോളാം, അത് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞു, എനിക്കുള്ള ശമ്പളം അന്നത്തെ 8,000 രൂപയാണ്. അപ്പൊ ഞാൻ കുര്യൻ സാറിനോട് ഒരു മാസത്തെ അഡ്വാൻസ് ചോദിക്കാം. എന്നിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു, എന്റെ മനസ്സിൽ ചിന്തിച്ച കാര്യമാണ് ഞാനിത്, ഞാൻ ഒരു ചെക്ക് തരാം, പക്ഷെ ഈ ചെക്ക് ഇടരുത്, ഞാൻ പറഞ്ഞിട്ടേ ഇടാവൂ. അപ്പൊ പുള്ളി പറഞ്ഞു ശരി. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു 100 രൂപ സ്റ്റാമ്പ് പേപ്പർ മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു, എഗ്രിമെന്റ് എഴുതാൻ. എന്റെ പൊന്ന് ദേവദാസനെ, എന്റെ കയ്യിലുള്ളത് 20 രൂപയാണ്. അപ്പൊ ജോയി പാസ്റ്ററുടെ മുഖത്തോട്ട് ഞാൻ നോക്കി. ജോയി പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റേ ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ ഉടനെ ഈ പുള്ളിക്കൊരു ചൂടായി. ഈ 100 രൂപ എടുക്കാൻ ഇല്ലാത്തവനാണോ ഓർഫണേജ് നടത്താൻ വരുന്നതെന്ന് പറഞ്ഞു പുള്ളി ചൂടായി. പുള്ളി പറഞ്ഞു നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, ഞാൻ ഈ വിഷയം വിടുവാന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ജോയി പാസ്റ്റർ എന്നോട് പറഞ്ഞു, നിക്ക് പാസ്റ്റേ, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. എന്റെ പാസ്റ്റേ 2010 മാർച്ച് 25-ന് 20 രൂപയും കൊണ്ട് ഞാൻ ഇമ്മാനുവൽ മേഴ്സി ഹോം ആശ്രമം തമ്പുരാൻ, എന്താ പറയുക, ഒരപ്പന്റെ കയ്യിൽ, ഒരപ്പൻ കുഞ്ഞിന്റെ കയ്യിൽ ഒരു കേക്ക് മുറിച്ചു കൊടുക്കുന്ന പോലെ ഒരു വലിയ സ്ഥാപനത്തെ എന്റെ കയ്യിൽ ലഭിച്ചു. 2010 3 കുട്ടികളുമായിട്ട് ഞാൻ തികച്ചും വിശ്വാസത്താൽ, ഒരു ബാക്ക് സപ്പോർട്ടും ഇല്ല. അന്ന് എന്റെ ജോലി അതല്ലേ, ഇത് ഞാൻ തുടങ്ങിയപ്പോ കുര്യൻ സാർ ഞാനോട് തെറ്റി. കുര്യൻ സാർ എന്നെ ജോലി എന്ന് പറഞ്ഞു. എനിക്ക് ജോലിയില്ല. ഞാൻ വലിയ ഭാരത്തോടെ, എന്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ വിട്ടു, ഇനി ഞാനങ്ങനെ ഇവരോട് വല്ലതും ചോദിച്ചാലോ എന്ന് വിചാരിച്ച്. പക്ഷേ അന്ന് മുതൽ അന്നും ഇന്നും ഇസ്രായേൽ ജനത്തെ നടത്തിയ ഒരു സ്വർഗത്തിൽ അപ്പനുണ്ട്. ഇസ്രായേൽ ജനത്തിന് അവിടെ സൂപ്പർ മാർക്കറ്റ് ഇല്ലായിരുന്നു, ഇസ്രായേൽ ജനത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ലായിരുന്നു. പക്ഷേ ദൈവം അവർക്ക് വേണ്ടുന്നതെല്ലാം അവരുടെ ചെണ്ടി കൊടുത്തു. ഞാൻ ഒത്തിരി ഈ 2010 ഞാൻ ഈ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഒത്തിരി വെല്ലുവിളികൾ അനുഭവിച്ചു. 3 കൊച്ചുങ്ങൾ ഇവിടെ, ഞാൻ സിയുണ്ടി താമസിക്കുന്നു. ആക്ച്വലി പാസ്റ്റർ അറിയാലോ, ബോംബെയിലെ ട്രാവലിങ്, പനവേലിൽ നിന്ന് പുള്ളിക്കാരത്തെ 2 കൊച്ചുങ്ങളെയും കൈ പിടിച്ച് നെറൂളിൽ പോയി അവരെ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ വിട്ട് പിന്നെ അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് എന്റെ കൊച്ചുങ്ങളെ, പാസ്റ്റർ ഞാൻ മേഴ്സി ഹോമിലെ 6 കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ മോനും മോളും 6 മാസം സ്കൂളിൽ പോയില്ല. കാരണം സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ നിന്ന് എനിക്ക് പനവേലിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവിടുത്തെ ഫീസ് അടയ്ക്കണം. അതിന് 37,000 രൂപ ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കാതെ TC ട്രാൻസ്ഫർ ചെയ്തില്ലായിരുന്നു. 6 മാസം ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ സ്കൂളിൽ വിട്ടില്ല. അപ്പൊ ഈ ദൈവം കരുതുന്ന വിധങ്ങൾ ഭയങ്കരമാണ്. അന്ന് ഒരു ഷാജി അച്ചായൻ എന്ന് പറയുന്ന ഒരു അച്ചായനുണ്ട്, ഒരു മലയാളി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ ആ സ്ഥാപനത്തിന്റെ അടുത്തൂടെ പുള്ളിയുടെ വീട്ടിലോട്ട് പോകുന്നത്. പുള്ളി ഒരു ദിവസം വണ്ടി എടുത്തിട്ട് തന്നെ ചോദിച്ചു, സിനിപാഷ എന്താ കൊച്ചുങ്ങളെ സ്കൂളിൽ പോകാത്ത? ഞാൻ പറഞ്ഞു അവിടുത്തെ പ്രിൻസിപ്പൾ അവധിക്ക് പോയേക്കുവാ, പുള്ളിക്കാരത്തിൽ വരുമ്പോൾ. എന്നാലും ഒരു പ്രിൻസിപ്പൾ ഇത്രയും, ഞാൻ കുറെ നാളോട് ശ്രദ്ധിക്കുന്നുണ്ട്, ഇത്രയും നാളെങ്ങനെ പ്രിൻസിപ്പൾ അവധിക്ക് പോകുന്നേ? അങ്ങനെ 2-3 പ്രാവശ്യം പുള്ളി ചോദിച്ചു. ഒരു ദിവസം എനിക്ക് പുള്ളിയോട് പറയേണ്ടി വന്ന അവസ്ഥ, ഇന്നതാ കാര്യം, ഫീസ് കൊടുത്തിട്ടില്ലെന്ന്. എന്റെ പാസ്റ്റേ, ഈ മനുഷ്യൻ വീട്ടിൽ പോയിട്ട് ഒരു ചെക്ക് സൈൻ ചെയ്ത്, ഒരു ബ്ലാങ്ക് ചെക്ക് സൈൻ ചെയ്ത് എന്റെ കൂടെ വന്നിട്ട് പറഞ്ഞു, കൊണ്ടിച്ചെന്ന് എത്ര രൂപ ഫീസ് അടയ്ക്കും. അതാ ദൈവം. നമ്മൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പം നമുക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കർത്താവ്. ഞാന് തികച്ച വിശ്വാസത്തിൽ എനിക്ക് ഒത്തിരി എതിർപ്പുകൾ വന്നിട്ടുണ്ട്. ഞാന് 2010 ഇത് തുടങ്ങുമ്പോൾ ഒന്നും അറിയത്തില്ല. എനിക്ക് ഇതിന്റെ നിയമവശങ്ങൾ അറിയത്തില്ല, ഇത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് ഒറ്റ കാര്യം അറിയാം, ഇവരെ സ്നേഹിക്കാനും ഇവരെ കുളിപ്പിക്കാനും ഇവർക്ക് ആഹാരം കൊടുക്കാനും ഇവരെ സ്കൂളിൽ വിടാനും. അത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇവരെ കർത്താവിനെ കുറിച്ച് ഇവരോട് പറയാൻ ഇത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. ആ ഒരു അവസ്ഥയിൽ നിന്ന് എൻ്റെ പാസ്റ്റേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 15 വർഷം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഈ 15 വർഷത്തിനിടയ്ക്ക് എത്ര കുട്ടികൾ മാക്സിമം വന്ന് പഠിച്ചുപോയി, തെരുവിൽ കിടന്ന് എത്രയോ അനാഥരെ. പക്ഷേ 2010 ഞാൻ പിള്ളേരുടെ ചിൽഡ്രൻസ് മിനിസ്ട്രി തുടങ്ങുമ്പോൾ എനിക്ക് മറ്റൊരു വിഷൻ ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ഈ സാധനം മേടിക്കാനും അവിടെ ഇവിടെയൊക്കെ സിറ്റിയിൽ ഇറങ്ങുമ്പോൾ ഈ തെരുവിൽ കിടക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഫീലാണ്. കുഴിവരിച്ചവരെ, കച്ചറക്കൂടയിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നവരെ. 2013 ഞാൻ വിശ്വാസത്താൽ ഡെസിസ്റ്റഡ് ഹോം ആരംഭിച്ചു. അതിൻ്റെയൊക്കെ പിന്നിൽ ഒത്തിരി ദൈവത്തിന്റെ, എന്റെ സാക്ഷ്യം പക്ഷേ ഓരോ സ്റ്റെപ്പും പറഞ്ഞാൽ വർണ്ണിച്ചിടാൻ നിൽക്കുന്ന നാവ് പോരാ. അത് ഇനി നമ്മൾ 1 മാസം ഇരുന്ന് ചർച്ച ചെയ്താൽ പോലും തീരാത്ത അനുഭവങ്ങളാണ് ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ വലിയ ദൈവത്തിന്റെ ഇടപെടലുകൾ കണ്ടില്ലേ പാസ്റ്ററെ? ഒരുപാട് ഒന്ന് പറയാമോ? കാരണം പലരും
അത് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ മിനിസ്ട്രിയിലെ ഈ നമുക്ക് ദർശനം മാത്രം കൈമുതലാക്കിയ നമ്മൾ ഇറങ്ങുന്നത്. അതെ അതെ. നമ്മൾ കണ്ടൊരു ദർശനത്തിന് അങ്ങ് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുക, എങ്ങനെയാ കർത്താവ് പ്രവർത്തിച്ചതെന്ന് കേൾക്കുമ്പോൾ അനേക പക്ഷേ ദൈവമക്കൾക്കത് ഒരു ആവേശമാകും. അവരും വിശ്വാസത്തിന്റെ ചുവടുകൾ വെക്കാൻ ഇടയെത്തിരും. ഒന്ന് രണ്ട് അനുഭവങ്ങൾ പക്ഷേ പറയാനുണ്ടോ? ചലഞ്ചസ് എന്റെ ഒരു നേരിട്ടതും എങ്ങനെ ഓവർകം ചെയ്തെന്നും പറയാം പാസ്റ്റർ. പക്ഷേ ഒരു ദിവസം അരി മേടിക്കാൻ നിവൃത്തിയില്ല. ഞാൻ സത്യം പറഞ്ഞ എന്റെ ദേവദാസനെ, ഞാൻ ഒരു മനുഷ്യനോടും കൈ നീട്ടിയിട്ടില്ല. ഞാൻ കൈ നീട്ടുന്നത്, ഞാൻ വീട്ടിൽ സാധനം ഇല്ലാതെ വരുമ്പോൾ ആ വീടിന് ഒരു ടെറസ് ഉണ്ട്, ഞാൻ അവിടെ പോയി കമിഴ്ന്നു വീണ് കരയും ദിവസം. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ കരയുമുണ്ടല്ലോ, പക്ഷേ അവിടുന്ന് കരഞ്ഞിട്ട് എഴുന്നേക്കും. ഇനി പച്ചക്കറി മേടിക്കണം, കരഞ്ഞിട്ട് എഴുന്നേക്കുമ്പോൾ എനിക്കൊരു ഫോൺ വരും. ഇന്ന വിഷയത്തിന് ഞാൻ അവിടെ ദൈവസന്നിധി ഭാരപ്പെടും, ദൈവം അതിനുവേണ്ടി ആളെ ഒരുക്കും. അതേപോലെ ഒരു ദിവസം എന്റെ ദൈവാസനെ ആ അരി മേടിക്കാൻ നിവൃത്തിയില്ല. ഞാൻ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഈ ഭർത്താവിന്റെ വേല ചെയ്യുക. എനിക്ക് രണ്ടാമത് ബദലി ഡ്രൈവറുടെ പണി ചെയ്യേണ്ടി വന്നു. ഞാൻ പോയി. ഞാൻ ഒരാഴ്ച ബദലി ഓടാൻ 500 രൂപ ഒരു ദിവസം, പെർ ഡേ സാലറി 500 രൂപയ്ക്ക് ഞാൻ ഒരാഴ്ച ബദലിക്ക് പോയി. ഞാൻ അരി മേടിച്ച് എന്റെ കൊച്ചുങ്ങൾക്ക് കൊടുത്ത്, അതിലെ കൊച്ച് ഇന്ന് അവൻ നാഗ്പൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അവൻ ഇന്ന് നാഗ്പൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. അവനൊരു കൊച്ചുണ്ട്. എനിക്ക് 11 കൊച്ചുമക്കളുണ്ട്. മേഴ്സി ഹോമില് വന്ന് വളർന്ന് അവര് കല്യാണം കഴിച്ച് അവരുടെ മക്കള് ഇവിടെ വന്ന് ജനിച്ച കൊച്ചുങ്ങൾ. എനിക്ക് 11 കൊച്ചുമക്കളുണ്ട്. പക്ഷെ ഒരു ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ ഒന്നുമില്ല, എല്ലാം ശൂന്യമാണ്. ഞാൻ ഇന്ന് വരെ ഞാൻ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയോടോ എങ്ങും പോയി ഞാൻ കൈനീട്ടിട്ടില്ല. ഒരു ദിവസം ഒരു നിവൃത്തിയില്ല. ഞാനും മേഴ്സി ഹോമിലെ 6 കൊച്ചുങ്ങളും ഞങ്ങൾ എന്റെ കുടുംബവും ഞങ്ങൾ ദൈവസന്നിധി ഉപവസിക്കുക. പക്ഷേ ഞങ്ങളുടെ കണ്ണാല് കണ്ടു. ഞങ്ങളുടെ കിച്ചണില് സ്വർഗത്തിൽ അപ്പനെ ഇറങ്ങി ഓരോ പാത്രത്തിലും കൈവെക്കുന്നത് ഞങ്ങൾ കണ്ടതാ. അരിയിട്ട് വെക്കുന്ന പാത്രത്തിൽ തമ്പുരാന്റെ കരം ചലിച്ചു. മസാല പാത്രത്തിൽ തമ്പുരാന്റെ കരം ചലിച്ചു. എണ്ണ ഒഴിച്ചു വെക്കുന്ന പാത്രത്തിൽ. അതിനുശേഷം ദേവദാസിനെ ഇന്നുവരെ എന്റെ കാലത്തിലെ മാവ് കുറഞ്ഞിട്ടില്ല, എന്റെ ഭരണിയിൽ എണ്ണ കുറഞ്ഞിട്ടില്ല. എത്രയോ മിറാക്കിൾ എന്റെ കണ്ണാല് ഞാൻ കണ്ടിട്ടുണ്ട്. അത് മിറാക്കിൾ നടക്കുമ്പോഴും പ്രതിസന്ധി. ഒരു ദിവസം നമ്മൾ ഇത് തുടങ്ങി, നമ്മുടെ അടുത്ത് 7 പിള്ളേരുണ്ട്. ഉടനെ ഒരു 4-5 പോലീസുകാരെ സിവിൽ ഡ്രസ്സിൽ വന്ന്, ഞാൻ കുളിച്ചോണ്ടിരിക്കുക. ഭയങ്കര വൈഫിനോട് ഭയങ്കര സംസാരം. നിങ്ങളോട് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ, ഇതെങ്ങനെയാ തുടങ്ങിയത്, നിങ്ങളുടെ പേപ്പർ കാണിക്കും, മറ്റേതോ. ഞാൻ ബാത്റൂമിൽ നിന്ന് ദൈവത്തോട് കരയോ, കർത്താവ് ഞാൻ ഇവരോട് എന്ത് സംസാരിക്കും. അപ്പം ഞാൻ പുറത്തിറങ്ങി ഡ്രസ്സൊക്കെ മാറി ഒരു ധൈര്യം, മനസ്സ് പെടയോ, ധൈര്യത്തോടെ വന്നിരുന്ന് ഇവരോട് സംസാരിച്ചപ്പോൾ ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. ഇവരോട് ദൈവം ഇടപെട്ടു. ഇവര് വലിയ സിംഹത്തെ പോലെ വന്നവരെ പൂച്ച പോലാക്കി. പോകാൻ നേരത്ത് അതിലൊരു ഓഫീസർ പറയുക, എന്റെ മോന് പിന്നാണെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ച, അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണേ. അപ്പം നമ്മളെ സിംഹത്തിന്റെ ഗുഹയിൽ എറിഞ്ഞു കളഞ്ഞാലും അവിടെ നമുക്ക് വേണ്ടി കരുതുന്ന ഒരു അപ്പനുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇവിടുത്തെ ഗാവുകാര് ഞങ്ങളുടെ അവിടെ വന്ന് രാത്രിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. നിങ്ങൾ ഇവിടെ HIV പേഷ്യന്റിനെ നോക്കുന്നു, നമ്മുടെ ഡോറ് ചവിട്ടി പൊളിച്ചു. എനിക്ക് അന്നൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ചവിട്ടി ഞണക്കി പെട്രോൾ ഒഴിച്ച് കത്തിക്കും. ഭയങ്കര പ്രശ്നം. നമുക്ക് ആരും അന്ന സമയത്ത് നമ്മളെ സഹായിക്കാൻ ആരുമില്ല. എന്റെ മുൻപിലുള്ളത് സ്വർഗം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങൾ ദിവസങ്ങളിൽ കഥവടച്ചിരുന്ന് കരഞ്ഞു. എന്റെ ഭാഷയെ ഒരാഴ്ച തികഞ്ഞില്ല, ഈ പ്രശ്നം ഉണ്ടാക്കിയവനെ ഞങ്ങളുടെ കണ്ണു മുമ്പിൽ നിന്ന് ദൈവം ഓടിച്ചു കളഞ്ഞത് കാണാൻ ഇടയാക്കി. നമ്മൾ ഒരു പ്രതികാരത്തിനും പോകേണ്ട ആവശ്യം. നമ്മുടെ സങ്കടത്തെ അപ്പനോട് പറയുമ്പോൾ അപ്പൻ ആ വിഷയത്തിൽ ഇടപെടും. നമ്മൾ ഈ പ്രതികാരം, സത്യം പറഞ്ഞ ദേവദാസനെ, എന്റെ ജീവിതാനുഭവം മോശയുടെ അനുഭവമാണ്. മോശ ജനിച്ചപ്പോഴേ കൊന്നുകളയാൻ പദ്ധതി ഇട്ടതുപോലെ തന്നെ ഈ മിനിസ്ട്രി ഞാൻ തുടങ്ങിയ സമയം മുതൽ എന്നെ ഒതുക്കാൻ പല മേഖലകളിൽ നിന്നും, അറിയാലോ, അകത്തുനിന്നും പുറത്തുനിന്നും ഒരുപാട് പദ്ധതികൾ മെനഞ്ഞു. ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷെ ഇത് നട്ടതും നനച്ചതും വളർത്തുമാറാക്കിയതും സ്വർഗത്തിൽ അപ്പന. എന്റെ കൊച്ചുങ്ങൾക്ക്, എന്റെ മോനുണ്ടല്ലോ പക്ഷേ, അവനത് കുഞ്ഞാ. അവന്റെ 2 കൈയുടെ വെള്ളയിലും കാലിന്റെ വെള്ളയിലും ഇത്രയും വലിയ വ്രണങ്ങൾ വന്നു. ഇവന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നടന്ന് ബാത്റൂമിൽ പോകാൻ പറ്റത്തില്ല. നമ്മളെ ഈ ചിൽഡ്രൻസ് മിനിസ്ട്രി തുടങ്ങിയ സമയത്ത് കാര്യം ഞാൻ പറയുന്നത്. അപ്പൊ ഇവൻ ഇങ്ങനെ ഒരു ബെഡയിലെ വെളിയിൽ ഇങ്ങനെ കിടക്കുക. ഇവന്റെ അമ്മ അവന് ഫീഡ് ചെയ്യുന്നു. അപ്പം ഒരു വല്ലാത്ത സിറ്റുവേഷൻ, സ്മെല്ല് വരാൻ തുടങ്ങി കൈയും കാലിലും.
എന്റെ ദേവദാസനെ എന്നോട് പുള്ളിക്കാരത്തി പറഞ്ഞു, നമ്മൾ ഇത്രയും വിശ്വസ്തയോടെ കർത്താവിനോട് നിൽക്കുമ്പം എന്താ ഇങ്ങനൊക്കെ? എന്റെ ദേവദാസനെ, ഞാൻ ആ കട്ടിലിന്റെ അവിടെ മുട്ടുമേ നിന്ന് കരഞ്ഞപ്പനോട്, അപ്പ എന്റെ അപ്പൻ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ എന്റെ കണ്ണാലെ കണ്ടു അവന്റെ കയ്യിലെയും കാലയിലെയും അത് പൊട്ടി ഒലിച്ച് അതിലെ പഴുപ്പും ചോരയും പോന്നേ. അതിനുശേഷം ഇന്ന് വരെ അവന് ആ ഒരു അസുഖം വന്നിട്ടില്ല. ഇന്ന് അവന് 23 വയസ്സുണ്ട്. അവൻ ബിഡി കഴിഞ്ഞു. അവൻ എന്റെ കൂടെ ശുശ്രൂഷയിലുണ്ട്. അതുപോലെ പാസ്റ്ററെ, എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു. ഇവ ഈ മെഡിക്കൽ സയൻസിലുള്ളവർക്ക് അറിയാം. എന്റെ കിഡ്നിയുടെ ബോർഡറിൽ 19 mm സ്റ്റോണാണ്. ഇതൊക്കെ 11 വർഷത്തെ കാര്യമോ? അന്നൊന്നും എന്താ പറയാ, ഒരു 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 വല്ലാത്ത സിറ്റുവേഷനിൽ കൂടെ പോകുന്ന സമയമാണ്. എന്നെ എം ജി എമ്മിൽ കൊണ്ട് ഈ സോണോഗ്രാഫി എടുത്തപ്പം 19 mm സ്റ്റോണാ. അവർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. 40,000 രൂപ വേണം. 40 രൂപ എടുക്കാനില്ല. ഒരു രാത്രി മുഴുവനും ഞാനും എൻ്റെ ഭാര്യയും ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു. രാവിലെ ഒരു 4 മണിയായപ്പോൾ ഞാൻ ഉറങ്ങി. എൻ്റെ പാസ്റ്റർ ഒരു 7-7:30 ആയപ്പോൾ എനിക്ക് ഭയങ്കര വേദന വന്നു. ഞാൻ ഞങ്ങളുടെ പ്രാർത്ഥന ഇതായിരുന്നു, അപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ ആദ്യത്തെ ഓപ്പറേഷൻ കർത്താവ് വേദന ചെയ്തതാണ്. അപ്പൻ അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പൻ ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. എൻ്റെ ദൈവാസനെ, രാവിലെ ഒരു 7:30-ക്ക് ഞാൻ വാഷ്റൂമിൽ പോയി. നമ്മുടെ നാട്ടിലെ ഈ സോഡ ഗോലി ഉണ്ടല്ലോ, പൊട്ടിക്കുന്ന സോഡ, ഗോലിയുള്ള സോഡ, അതിന്റെ ഒരു സൗണ്ട് ഉണ്ടല്ലോ പൊട്ടി. അതുപോലെ ഈ 19 mm സ്റ്റോൺ എന്റെ യൂറിനിലൂടെ ദൈവം പുറത്തു കൊണ്ടുവന്നിട്ട് അത് ഞാൻ ഇപ്പോഴും ഒരു ഡപ്പയ്ക്കകത്തിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെന്റെ ഏറ്റവും വലിയ, എന്റെ ശരീരത്തിൽ ഇന്നും ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഒത്തിരി ദൈവിക അനുഭവങ്ങൾ കണ്ട്, ഇല്ലയോ? അതെ. ഈ അടുത്ത സമയത്തും വലിയൊരു പരീക്ഷണത്തിലൂടെ പോയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ലൈഫില് എല്ലാം പ്രശ്നങ്ങളാണ്. അപ്പം ഈ ഞങ്ങള് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെ എടുത്ത് താമസിപ്പിക്കുമ്പം അവിടെ ഒരു സൊസൈറ്റിയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർ എന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ നമ്മുടെ അടുത്തുള്ളത് 99% മാനസിക പ്രശ്നമുള്ളവരാണ്. റോഡിൽ കിടക്കുന്നവർക്ക് എല്ലാവരും മാനസിക പ്രശ്നം, പുഴുവരിച്ചവരും പല അസുഖക്കാര്, TB, ക്യാൻസർ, പിന്നാണെങ്കിലും പാരലൈസ്, എല്ലാ അസുഖക്കാരും ഉള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ. അപ്പം അവര് ചിലപ്പോൾ ഒച്ച വെക്കും. ഈ മാനസികാസ്വസ്ഥമുള്ളവര് തമ്മിൽ ഒച്ച വെക്കും. ചിലര് തന്നെ ചിരിക്കും, തന്നെ കരയും. അപ്പം ഒരു സ്ത്രീ എന്നും നമുക്ക് പ്രശ്നമായിരുന്നു, എന്നും പ്രശ്നം, സൊസൈറ്റി പ്രശ്നം, നമുക്ക് വെള്ളം തരത്തില്ല. 11 വർഷം എനിക്ക് എൻ്റെ പ്രവാസ ലൈഫിൽ 11 വർഷം ഇസ്രായേൽ ജനത്തിന്റെ 11 വർഷത്തെ നടത്തിയതുപോലെ ഞാനൊരു വല്ലാത്ത അനുഭവത്തിൽ കൂടെ പോയി പാസ്റ്റേ. അന്ന് നമുക്ക് 5 റോ ഹൗസിലായിട്ടാണ് നമ്മുടെ ഈ സ്ഥാപനം നടക്കുന്നത്. ഭയങ്കര വെല്ലുവിളി. ഒരു സൺഡേയിൽ 2020 ഒരു സൺഡേ വൈകിട്ട് എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരു ഇൻഡാസോണ്ട് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ വീടുകളെല്ലാം ഒഴിയണം. ഇനി ഓണർമാരാരും നിങ്ങൾക്ക് വീട് തരിക, റിന്യൂ ചെയ്ത് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇത്രയും, അന്ന് നമുക്ക് 82 പേരുണ്ട്. ഞാൻ ഇവരെ കൊണ്ട് എങ്ങോട്ട് പോകും? ഒരു രക്ഷയില്ല. ഞാൻ ദിവസത്തിന് നെടുമ്പാട് കൊണ്ട് കരഞ്ഞു, കർത്താവ് എനിക്കൊരു വഴി കർത്താവ് തുറക്കണം. പക്ഷേ 2019 തമ്പുരാൻ എന്നോടൊരു വാഗ്ദത്തം ചെയ്തു, 2020 ഞാൻ നിനക്ക് സ്ഥലം തരും, 2021 നീ അങ്ങോട്ട് ഷിഫ്റ്റ് ആവും. ഇതൊരു എന്റെ മേലുള്ള ഒരു വാഗ്ദത്തമാണ്. പക്ഷേ എന്റെ മുമ്പിൽ ഒരു വഴിയില്ല. എങ്ങനെ മേടിക്കും, എന്ത് ചെയ്യും? അങ്ങനെ ഇരിക്കുമ്പം ഇപ്പൊ നമ്മൾ സ്ഥലം മേടിച്ച സ്ഥലത്ത് ഒരു സർപ്പഞ്ച് ഉണ്ട്. ഈ സർപ്പഞ്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഞാൻ പുള്ളിയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്, വീട് ഒഴിയണം, എവിടെയെങ്കിലും ഫാം ഹൗസ് അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ എനിക്ക് ഒരെണ്ണം അറേഞ്ച് ചെയ്ത് തരുമെന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഫാം ഹൗസ് കിട്ടാൻ പാടാ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സുഹൃത്തിന് കുറച്ച് സ്ഥലമുണ്ട്, അതൊന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നോക്കാം. അങ്ങനെ ഞങ്ങൾ വന്നു പാസ്റ്റേ. നമ്മളിപ്പോഴും നമ്മുടെ സ്ഥാപനം ഉള്ള സ്ഥലം വന്ന് നോക്കി മുഴുവൻ കാട് പിടിച്ചെടുക്കുന്ന സ്ഥലം, വഴിയില്ല, മറ്റൊരാളിന്റെ വസ്തുവിനകത്ത് കൂടെ വഴി കയറണം നമ്മൾ. അങ്ങനെ ഇത് വന്ന് കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ ഞാൻ ഈ പുള്ളിയോട് ഒരു ഡിമാൻഡ് ചെയ്തു, എനിക്ക് ഫ്രണ്ടിൽ കൂടെ വഴി തരണം. അപ്പൊ പുള്ളി പറഞ്ഞു തരാം. അപ്പൊ പുള്ളി ഇപ്പൊ ഞങ്ങളിൽ ഉള്ള സ്ഥലത്ത് ഒരു ഗുണ്ട സ്ഥലം, നമ്മുടെ ഇവിടെ ഗുണ്ട എന്ന് പറയാം, നമ്മുടെ നാട്ടില് ഒരു ഗുണ്ട നാട്ടിലെ 2.5 സെന്റ് സ്ഥലം വരും. അപ്പം ഈ 2.5 സെന്റ് സ്ഥലം പുള്ളി എന്നോട് പറഞ്ഞു, ഒരു ഗുണ്ടയ്ക്ക് പുള്ളിക്ക് 2 ലക്ഷം രൂപ കൊടുക്കണം ഒരു ഗുണ്ട. 2 ലക്ഷം എന്നൊക്കെ നമുക്ക് പറയാനേ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആക്ച്വലി പുള്ളി എടുത്ത് 50,000 രൂപയെ തുടങ്ങി പുള്ളി നമ്മുടെ ആശ്രമമൊക്കെ വന്ന് കണ്ടിരുന്നു. എന്റെ പൊന്നു പാസ്റ്ററെ,
2020 പുള്ളി എനിക്ക് 65,000 രൂപ പെർ ഗുണ്ടയ്ക്ക് ഒരേക്കർ സ്ഥലം തന്നു. അന്ന് എന്റെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാനുള്ളത് 300 രൂപയാണ്. ഞാന് ഏതാണ്ട് 64 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടിക്ക് അഡ്വാൻസ് കൊടുക്കുമ്പോൾ 300 രൂപയാണ് ബൈ. കാരണം എന്റെ മേലൊരു വാഗ്ദത്വമുണ്ട്. കർത്താവിനോട് പറഞ്ഞു 2020 സ്ഥലം മേടിക്കും. 2019 കാര്യം ഞാൻ പറയുന്നത്. ഇത് സംസാരിച്ചു. 2019 ലാസ്റ്റ് ഇതിന്റെ ഡീൽ ഉറപ്പിച്ചു. തമ്പുരാൻ പറഞ്ഞ സമയത്ത് 2020 അത് തമ്പുരാൻ എന്റെ കയ്യിൽ തന്നു. 2021 മേഴ്സി ഹോമിലെ ഫാമിലിയെ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കി. അത് നോക്കണേ പാസ്റ്റേ, കൊറോണയുടെ പുഷ്കര സമയം, വലിയ പ്രതിസന്ധി, ലോകം മുഴുവനും കൺസ്ട്രക്ഷൻ എല്ലാം അടഞ്ഞു കിടക്കും, ബന്ധ, കടകൾ അടവ, ബാങ്കുകൾ അവധിയ. പക്ഷേ മേഴ്സി ഹോമിന്റെ പണി തമ്പുരാൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. പുറത്ത് കൽമഴ പെയ്യുമ്പോഴും അകത്ത് നമ്മളെ ആ സുരക്ഷിതമായ കരവലയത്തിനുള്ളിൽ നിർത്തി. കൊറോണ സമയത്ത് എന്റെ 2 പേര് മരിച്ചു. ആദ്യത്തെ വേവിൽ ഒരാളും രണ്ടാമത്തെ പ്രാവശ്യം ഒരാളും. അപ്പൊ എന്നിരുന്നാലും അതിലൊന്നും ദൈവം നമ്മളെ തകർത്ത് കളയാതെ ആ കൃപയ്ക്കുള്ളിൽ നിർത്തി. ഞാൻ ഇന്നലെ എന്റെ ഭാര്യയോട് പറയാറുണ്ട്, ദൈവം നമ്മളോട് കാണിക്കുന്ന ആ ഫേവർ, ആ ഒരു കരുതലുണ്ടല്ലോ, അത് ഒരിക്കലും നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അത് എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. അതുപോലത്തെ ഒരു ഫേവർ തമ്പുരാൻ നമ്മളോട് കാണിക്കുന്നത്. ഇന്ന് 2022 എനിക്കൊരു ഭയങ്കര വെല്ലുവിളി ഉണ്ട്. എന്റെ മേലൊരു വെല്ലുവിളി ഇതായിരുന്നു. 2023 ഞാൻ പ്രവേശിക്കരുത്, ശുശ്രൂഷയിൽ ഞാൻ മുന്നേറരുത്. എന്റെ ഭാഷ ഒരു സൺഡേയില് നമ്മുടെ ആൾക്കാർ, കുറെ മലയാളികളുണ്ടല്ലോ. ആക്ച്വലി ഇമ്മാനുവൽ മേഴ്സി ഹോം ആശ്രമം ഒരു മിനി ഇന്ത്യയാണ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്, എല്ലാ ഭാഷക്കാരും. അപ്പൊ ഈ മലയാളികൾ കുറെ പേരുണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ പറഞ്ഞു, എനിക്കൊന്ന് പൊറോട്ട ഇറച്ചിയും കഴിച്ചാൽ കൊള്ളാമെന്നാണ്. അപ്പോൾ ഒരു സൺഡേയിൽ നമ്മളിവിടെ ഒരാളെ വിളിച്ചു, പൊറോട്ട അടിച്ചു, കാരണം ഞാൻ വെച്ചു. ഇത് കൊടുത്തിട്ട് അന്ന് രാത്രി ഞാനും പൊറോട്ട കഴിച്ചിട്ട് വെളിയിൽ നിന്നത്, എന്റെ പക്ഷേ ഞാൻ ബോധമില്ല, താഴെ വീണിട്ട് എന്നെ പനവേലിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്നിട്ട് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ബോധമില്ല. എന്നെ വാശി MGM കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. 4 ദിവസം ബോധമില്ലാതെ കിടന്നു. 14 ദിവസം എന്നോട് അഡ്മിറ്റ് ആയിരുന്നു. എന്റെ ലിവറിന്റെ ഫംഗ്ഷൻ തീർന്നു. ഏതോ ഒരു വൈറസ്. ആക്ച്വലി അതിന് മുന്നേ ഒരാളെ വഴിയിൽ നിന്ന് എടുത്തോണ്ട് വന്നായിരുന്നു. നമ്മുടെ ഓൾഡ് പനവേലിൽ നിന്ന് ഒരാള് ലാസ്റ്റ് സ്റ്റേജിലുള്ള ഒരാളെ വഴി നിന്ന് എടുത്തോണ്ട് വന്നു. അപ്പൊ ഈ ആള് ഇവിടെ വന്നപ്പം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മരണപ്രാളം പോലെ മനുഷ്യൻ കാണിച്ചു. അപ്പൊ ഞാൻ ആ മനുഷ്യനെ തുടയ്ക്കുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ എങ്ങനെയോ ഒരു വൈറസ് എന്റെ ശരീരത്തിൽ കയറി ഞാൻ കൊളാപ്സായി. എന്റെ ഫംഗ്ഷൻ നിന്നു ലിവറിന്റെ. 15 ദിവസം വാശി MGM. ആക്ച്വലി ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ടു. ബോധമില്ല, എന്തോ അസുഖം കണ്ടുപിടിച്ചില്ല. അവസാനം ഗോഡ് ബ്ലാഡറിന്റെ പ്രശ്നം, സർവത്ര പ്രശ്നമായിരുന്നു. പക്ഷെ ആ വെല്ലുവിളി ഞാൻ ജയിച്ചു. കാരണം 2023 ഞാൻ പ്രവേശിച്ചു. കർത്താവ് എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറി. കർത്താവ് എന്നെ ഇന്നും ഇവിടെ നിർത്തി. കഴിഞ്ഞ ദിവസം ഒരു 8 ദിവസമായിട്ട് ഭയങ്കര പനിയും ബോഡി പെയിനും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പയ്യനെ നമ്മുടെ കലമ്പോലി MGM ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് റെഫർ ചെയ്തായിരുന്നു. ഒരു 20-നും 30-നും വയസ്സിന് പ്രായമുള്ള ഒരു പയ്യനാണ്. അവനെ റോഡ് ക്രോസ് ചെയ്ത എക്സ്പ്രസ് ഹൈവേയിൽ ഏതോ വണ്ടിക്കാരൻ അവനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് എന്റെ ദേവദാസനെ, അവന്റെ ബോധം നഷ്ടപ്പെട്ടു. അവന്റെ കയ്യിലെ അവന്റെ പേഴ്സ് ആരും എടുത്തോണ്ട് പോയി. ആധാർ കാർഡ് ഇല്ല, പാൻ കാർഡ് ഇല്ല. അങ്ങനെ MGM 2 മാസം കൊണ്ട് അവൻ അഡ്മിറ്റ് ആയിരുന്നു MICU. അപ്പം ഇനി അവന് വേറൊരു ഓപ്ഷൻ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ആ പയ്യൻ വളരെ സ്വപ്നമായിട്ട് ബോംബെ വന്ന പയ്യനാണ്. അവന് ഒരു പക്ഷെ ഭാര്യ ഉണ്ടാവാം, കൊച്ചുങ്ങളുണ്ടാവാം, അവനെ കാത്തിരിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം. ഇപ്പൊ അവനൊരു ജീവച്ഛവം പോലെ കിടക്കുന്നേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾ എന്നും ചെന്ന് പ്രാർത്ഥിക്കുകയും അവന് ഫീഡ് ചെയ്യും. അവന് ലിക്വിഡ് ഫുഡാണ് കൊടുക്കുന്നത്. അപ്പം അവന് ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ ഈ ആർക്കും വേണ്ടാത്തവരെ ശുശ്രൂഷിക്കേണ്ട തമ്പുരാൻ എന്നെ ഏൽപ്പിച്ചേക്കുന്നു. ബോംബെയിലുള്ള ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളും, താലൂക്ക് ഹോസ്പിറ്റലായാലും DY പാട്ടീലായാലും MGM ആയാലും പോലീസുകാരായാലും, ബോംബെ എന്നുള്ള JJ ഹോസ്പിറ്റല്, എൻ്റെ അടുത്ത് ഇപ്പൊ 3 ക്യാൻസർ പേഷ്യന്റ് ഉണ്ട്. ബോൺ ക്യാൻസർ, പിന്നാണെങ്കിൽ ഒരാൾക്ക് മജ്ജയ്ക്കകത്ത് ക്യാൻസർ. അപ്പം വിവിധ അസുഖക്കാരെ ഭാഷ. ഇമ്മാനുവൽ മേഴ്സി ഹോമിൽ ഇപ്പം 150ഓളം അന്തേവാസികളുണ്ട്. ഞങ്ങള് ഈ വെറുതെ ഒരാളെ എടുത്തുകൊണ്ട് വന്ന് ചികിത്സിച്ച് ഇവിടെ വെച്ച് അങ്ങനെയല്ല. നമ്മൾ ഒരാളെ കൊണ്ടുവന്നിട്ട്
അവരെ ട്രീറ്റ്മെന്റ് ചെയ്ത് നോർമലാക്കി ക്രിസ്തുവിനെ, യേശുവിന്റെ സ്നേഹത്തെ അവരെ പഠിപ്പിച്ച് സത്യത്തിൽ ഭാഷ ഇവിടെ ഒന്ന് ഒരുപാട് പേര് സ്നാനപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിത് എല്ലാവരോടും പറയാൻ പറ്റിയല്ല. ഒരുപാട് പേര്, എത്രയോ പേര് എന്റെ കൂടെ ശുശ്രൂഷയിൽ നിൽക്കുന്നുണ്ട്. എത്രയോ പേര് പുറത്തു പോയി അവരെ കർത്താവ് അവർക്ക് കൊടുത്ത കൃപ അനുസരിച്ച് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഞങ്ങള് 378 പേരെ, ഈ റോഡിൽ കിടന്നവരെ, ആരും ഇല്ലാത്തവർ, അപ്പൻ ആരാണെന്നോ അവരുടെ വീട് എവിടാണെന്നോ ഏത് ഭാഷയാണെന്നോ ഒന്നും അറിയാത്ത പുഴുവരിച്ച് കിടന്ന് ഈ ആൾക്കാരെ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ശുശ്രൂഷിച്ച് 378 പേരെ തിരിച്ച് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. 73 പേര് ഇവിടെ വന്ന് മരിച്ചുപോയി. ഇവർക്കെല്ലാം ഒരു നല്ല അന്ത്യയാത്ര കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ തന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് 11 കൊച്ചുമക്കളുണ്ട്. ഞാൻ കല്യാണം കഴിച്ചു കൊടുത്തവരുണ്ട്. ഇവിടെ വന്ന് ജനിച്ച കൊച്ചുങ്ങളുണ്ട്. മൊത്തം 30 കുട്ടികളുണ്ട് ഇവിടെ. ഇപ്പൊ 150 ഇൻമേറ്റ്സ് ഉണ്ട്. പാസ്റ്ററെ, പലപ്പോഴും നമുക്കൊക്കെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെയൊക്കെ ഭയപ്പെടുന്നത് ഇതിലൊരു റിസ്ക്കാണ്. അതെ അതെ അതെ. കാരണം ഒന്നാമത് ഇങ്ങനെയുള്ള ആളുകൾക്കുള്ള മാനസിക പ്രശ്നങ്ങൾ, അവർ കാണിക്കുന്ന അസ്വസ്ഥതകൾ, പിന്നെ അവർക്കുള്ള രോഗങ്ങൾ, പലർക്കും ഈ സാംക്രമികമാകുന്ന രോഗങ്ങളൊക്കെ ഒത്തിരി കാണും. ഉണ്ട്. പക്ഷേ എന്റെ വൈഫിന് ആക്ച്വലി, ഈ വൈഫാണല്ലോ ആക്ച്വലി എന്റെ ബാക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തി ഇവരോട് ഇങ്ങനെ ഇടപഴകി പുള്ളിക്കാരത്തിയുടെ ശരീരത്തിലെ സ്കിന്നിന് ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് ഇപ്പൊ അതാ നെറ്റിയിൽ ഇങ്ങനെ പ്രൊജക്റ്റായി നിൽക്കുക. പക്ഷെ എന്നാലും ഒരു മടിയും കൂടാതെ കർത്താവിന് വേണ്ടിയിട്ട് ആക്ച്വലി എന്റെ കുടുംബം എനിക്ക് സപ്പോർട്ട് തരുന്നതാണ് ഏറ്റവും വലിയ കാര്യം. സത്യം പറഞ്ഞ പക്ഷേ എന്റെ കൊച്ചുങ്ങള് അവരുടെ ഇന്ന് വരെ അവർ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജ് പഠിച്ചപ്പോഴും അവർക്ക് ടൂറ് പോകണമെന്ന് പറഞ്ഞ് ഞാൻ വിട്ടിട്ടില്ല. കാരണം ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വാക്കില്ല അവിടെ. എന്റെ കൂടെ അന്ന് മുതൽ ഇന്ന് വരെ. എന്റെ മോളിപ്പം BSc നഴ്സിംഗ് 3rd ഇയർ പഠിക്കുന്നു. കൊച്ചാള് ആക്ച്വലി കുഞ്ഞാളിനെ എനിക്ക് 3 മാസം പ്രായമുള്ളപ്പം ബാണ്ടു പോലീസ് തന്നതാ. അവൾക്കത് അറിയത്തില്ല. അവള് 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവളൊക്കെ ഈ മേഴ്സി ഹോമിൽ ഓരോരുത്തരെ ശുശ്രൂഷിക്കുന്ന കണ്ടാലുണ്ടല്ലോ പക്ഷേ, കാരണം അതാ ഹൃദയത്തിനകത്ത് നിന്ന് ചെയ്യുന്ന അവരല്ല. ദൈവത്തിൻ്റെ സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞ പാസ്റ്ററെ, ഒത്തിരി റിസ്ക്, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്ക്കാണ് പാസ്റ്ററെ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു പക്ഷേ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ ഒത്തിരി പേരുണ്ട്. ഇങ്ങനെയുള്ള ചാരിറ്റി വർക്ക് ചെയ്യുന്നവരെ കുടുക്കാൻ പോലീസ് കേസ്, നമ്മുടെ അടുക്കൽ വന്ന് ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ട് നമുക്കെതിരായിട്ട് സംസാരിക്കുമോ എന്നുള്ളൊരു പേടി, ഇത് ഒത്തിരി പാസ്റ്ററെ നമുക്ക് ചുറ്റും കാണുന്നു ഈ കാഴ്ച. 2022 CWC എന്നെ ഹറാസ്മെന്റ് ചെയ്തു. ഇവിടെ മുഴുവൻ റെയ്ഡ് നടത്തി, രാവും പകലും റെയ്ഡ് നടത്തി. ഇവിടെ അവരെന്നെ പൂട്ടാൻ, ആക്ച്വലി ഇവര് എന്നെ പൂട്ടാൻ IAS ഓഫീസേഴ്സിന്റെ ഒരു ടീമിനെ ഉണ്ടാക്കി. എന്നിട്ട് ഇവര് എന്നെ മന്ത്രാലയത്തിൽ വിളിപ്പിച്ചു. എന്റെ വരുമാനം എവിടുന്ന? ഞാൻ പറഞ്ഞു എനിക്ക് FCRA ഇല്ല. അവരുടെ ചിന്ത മുഴുവനും എനിക്ക് FCRA ഉണ്ട്, ഞാൻ ഇവരെല്ലാം മതപരിവർത്തനം നടത്തുന്ന അവരുടെ ചിന്ത. എന്നെ വിളിപ്പിച്ചു. ഞാൻ പോയി എന്റെ സത്യം പറഞ്ഞു, ഇതാണ് സംഭവം. ഞാൻ തെരുവിൽ കിടക്കുന്ന ആൾക്കാരെ ശുശ്രൂഷിക്കുന്നു, അവരെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചുകൊണ്ടു പോകുന്നു. എന്റെ ഭാഷയെ ഞാൻ ചെയ്യുന്ന പണി, ഇവരെ വെറുതെ ഇരുത്തി ഫുഡ് കൊടുക്കുക എന്നൊരു കൺസെപ്റ്റ് അല്ല നമ്മുടേത്. ഇവരെ നോർമൽ ആക്കുക, സ്വന്തം കാര്യം നിർത്തുക. ഇവര് പോയാലും ഇനി എങ്ങും പോയി ആരുടെയും കയ്യിൽ നിന്ന് പിഷ കൊതിക്കാതെ ജോലി ചെയ്ത് ജീവിക്കാം. അതുകൊണ്ട് പാസ്റ്റർ, ഞാനിവിടെ ആട് വളർത്തുന്നുണ്ട്, എനിക്ക് പശുവുണ്ട്, കോഴിയുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് മേഴ്സി ഹോമിന് ആവശ്യമുള്ള വെജിറ്റബിൾ ഒരു 2.5 ഏക്കർ സ്ഥലം നമ്മൾ പാട്ടത്തിന് എടുത്തിട്ട് അത് കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ഇവിടുത്തെ എല്ലാ വെജിറ്റബിളും, ഉരുളൻകിഴങ്ങും ഉള്ളിയും ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട്. അത് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ. കാരണം ഇവരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നത് അങ്ങനെ. ഇത് അപ്പം എന്നോടൊന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആംബുലൻസ് ഉണ്ടോ? തമ്പുരാന്റെ കരുണയാൽ അന്ന് എനിക്ക് ആംബുലൻസ് ഉണ്ട്. എനിക്ക് അന്ന് ഇല്ലാത്തത് CC ക്യാമറ ഇല്ലായിരുന്നു, എനിക്ക് ലൈബ്രറി ഇല്ലായിരുന്നു. തമ്പുരാന്റെ കരുണയാൽ തമ്പി മാത്യു അങ്കിൾ ഇടപെട്ട ആ വിഷയത്തിനകത്ത് എനിക്ക് CC ക്യാമറയുടെ കാര്യത്തിന് തമ്പി മാത്യു അങ്കിൾ, ആക്ച്വലി തമ്പി മാത്യു അങ്കിൾ ഉണ്ടല്ലോ, എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങളില് മേഴ്സി ഹോമിന്റെ ഒരു വലിയ ഫില്ലറായിട്ട് എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അത് തമ്പി മാത്യു അങ്കിൾ എന്നെ പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് ഒരു പേഴ്സണൽ ബന്ധവും ഇല്ല. ഫേസ്ബുക്കിലോ എവിടെയോ തമ്പി മാത്യു അങ്കിൾ എന്നെ കണ്ട് എന്നെ വളരെ സൈലന്റ് ആയിട്ട് വാച്ച് ചെയ്തിട്ടാണ് തമ്പി മാത്യു അങ്കിളിനെ ഞാൻ പരിചയപ്പെടുന്നത്.
അന്ന് മുതൽ ഇന്ന് വരെ സത്യം പറഞ്ഞ പാസ്റ്റേ, മേഴ്സി ഹോമിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പം, നമ്മുടെ പുതിയ സ്ഥലത്ത് ഷിഫ്റ്റ് ചെയ്തപ്പം നമുക്ക് ജനലില്ലായിരുന്നു. ജനലുണ്ട്, പക്ഷേ ഗ്രില്ല് വെച്ചിട്ടില്ല. കാരണം അന്നേരം അതിനുള്ള സാമ്പത്തികം നമ്മുടെ അടുത്തില്ല. നമ്മള് എന്താ പറയാ, സാരി വലിച്ചു കെട്ടി ജനലിന്റെ അവിടെ ആ ഒരു സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം തമ്പി മാത്യു അങ്കിൾ എന്നോട് ചോദിച്ചു, എന്തുവായി അവിടെ ഇത്ര വലിയ ഇമർജൻസി, എന്തിനാണ് ഇത്ര വലിയ ടെൻഷൻ ഇരിക്കും? ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. തമ്പി മാത്യു അങ്കിൾ പറഞ്ഞു, എന്തിനാ ടെൻഷൻ എടുക്കണം? ആ ജനലിൽ മുഴുവനും അതിൽ ആ മനുഷ്യന് ആ ആ മനുഷ്യൻ കർത്താവിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒരു ഒരു സ്ഥാനവും മോഹിച്ചിട്ടല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ നമുക്ക് ഒരുമിച്ച് പുള്ളി പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക്. സിനു ബ്രദർ എന്നോട് പറഞ്ഞു, സിനു ബ്രദർ നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോണോ? സത്യം പറയാമല്ലോ, ഇപ്പം നമ്മളിപ്പം കണ്ടിട്ടുള്ളവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്താൽ പോലും അവർക്ക് ആ ഒരു ഓർഗനൈസേഷനിൽ ഒരു പങ്കുള്ളത് കൊണ്ടാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ മാത്യു അങ്കിൾ നമുക്ക് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ച കാര്യങ്ങൾ, അദ്ദേഹം പല ഓർഗനൈസേഷനെയും പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് അതിനെ മുൻപോട്ട് പുഷ് ചെയ്ത് അതിനെ വളർത്തി വിട്ടു. എന്നാൽ അദ്ദേഹം പിന്നിൽ നിന്ന് ആർക്കും അറിയത്തില്ല. പല ഓർഗനൈസേഷൻ, എനിക്കറിയാവുന്ന പല ഓർഗനൈസേഷൻ അദ്ദേഹം ആണ് അതിന്റെ പിന്നിലെ കരമെന്ന് പറയുന്നത്. തമ്പി മാത്യു അങ്കിൾ എനിക്ക് പശുവിനെ മേടിച്ചു തന്നു തമ്പി മാത്യു അങ്കിൾ. കാരണം നമുക്ക് ഇവരെ എങ്ങനെയെങ്കിലും നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരണം. തമ്പി മാത്യു അങ്കിളും മേഴ്സി ഹോമിനുള്ള ബന്ധം അത് ഒരു അഭേദ്യ റിലേഷൻഷിപ്പാണ്. നമ്മൾ അങ്ങനെയുള്ള ദൈവദാസന്മാർ ദൈവരാജ്യത്തെ ഹൃദയപൂർവ്വം സപ്പോർട്ട് ചെയ്യുന്നവർ വേണം. പക്ഷേ ഞങ്ങളുടെ മിനിസ്ട്രിയുടെ ആരംഭം മുതൽ ഞങ്ങളുടെ പേഴ്സണൽ തീരുമാനമാണ്, സ്പോൺസേഴ്സിനെ കണ്ടെത്തത്തില്ല. ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ മനുഷ്യരോട് പറയത്തില്ല, ദൈവത്തോട് മാത്രമേ പറയത്തുള്ളൂ. കൃപയാൽ ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ നടത്തുന്നു, അത്ഭുതകരമായി നടത്തുന്നു, ഒന്നിനും മുട്ട് വന്നിട്ടില്ല. ഞാനിത് ഒരു പറയുന്നതിന് കാരണം, ഒരിക്കൽ എന്നോടൊരു വ്യക്തി എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് നോർത്ത് ഇന്ത്യയിലെ വേലയെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ട്, പാസ്റ്റർ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, ആരെങ്കിലും പരിചയപ്പെടുത്തി തരാമോ എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാനപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, ഞാൻ ധാരാളം ആളുകളെ പരിചയപ്പെടുത്തി തരാം, പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ആ വേലയെ ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാതെ സപ്പോർട്ട് ചെയ്യണം. ആ ശുശ്രൂഷയുടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ എന്നുള്ള സ്ഥാനം വഹിക്കാൻ പോകരുത്. അവർക്ക് കിട്ടിയ ദർശനം അനുസരിച്ച് ചെയ്യട്ടെ. നമുക്ക് കിട്ടിയ ദർശനം അവരെ പിന്നിൽ നിന്ന് പുഷ് ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും ഞാൻ അങ്ങനെ പറഞ്ഞ ആ വാദം അവിടെ, ആ സംസാരം അവിടെ തീർന്നു. അപ്പോൾ എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ, നമുക്ക് വേലയെ സപ്പോർട്ട് ചെയ്യണം, പക്ഷേ അതിൽ നിന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കരുത്. തമ്പി മാത്യു അങ്കിളിനെ പോലുള്ള ആളുകൾ ഈ കാലഘട്ടത്തിലെ ദൈവരാജ്യത്തിൻ്റെ വലിയ ആവശ്യമാണ്. പാസ്റ്റർ അനുഭവങ്ങൾ ഇനിയും ഉണ്ടെന്ന് എനിക്കറിയാം, വിട്ടുപോയ അനുഭവങ്ങളുണ്ടെങ്കിൽ പറയാം. 2.5 ഏക്കർ സ്ഥലം പാസ്റ്റർ പാട്ടത്തിനെടുത്താണ് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ആദ്യം വാങ്ങിച്ചത് തന്നെ ഒരു 2.5 ഏക്കർ ഉണ്ടോ? 100 ഒരേക്കർ സ്ഥലമായിരുന്നു. ശരി. കാരണം നമ്മുടെ അടുത്ത് ഈ ആള് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു ദിവസം എന്റെ പാസ്റ്ററെ ഒരു കുറഞ്ഞത് 15 ഇപ്പൊ തന്നെ എനിക്കൊരു 3 കോള് ഇപ്പൊ തന്നെ എനിക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തൊരു 3 കോള് വന്നിട്ടുണ്ട്. അത് എന്നെ ഏതോ പോലീസുകാരോ എവിടുന്നോ വിളിച്ചതാ, അൺനോൺ നമ്പരാ. അപ്പം ഇത് എന്തിനു ചോദിച്ചാല്, ഈ റോഡിൽ കിടക്കുന്ന ആൾക്കാരെ ഒന്നെങ്കിൽ പോലീസുകാരുടെ കയ്യിൽ ആരെയോ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ദിവസം ഒരു 15 കോളെങ്കിലും വരും. പക്ഷെ നമ്മൾ എവിടെ കൊണ്ടുവെക്കും? ഇപ്പൊ എന്റെ കപ്പാസിറ്റിയുടെ മാക്സിമം, ഇപ്പൊ 150 പേരെ നമ്മളിപ്പോ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തേക്കുന്നത് എന്റെ കപ്പാസിറ്റിയുടെ മാക്സിമം. പക്ഷെ ഒരുപാട് പേര് റോഡിൽ കിടപ്പുണ്ട്. പക്ഷേ ആ ദൈവം അതിനെ വിശാലതയിലേക്ക് നടത്തട്ടെ. ചെയ്യാൻ എനിക്ക് മനസ്സുണ്ട്. കർത്താവ് ശക്തമായിട്ട് ആ മിനിസ്ട്രി ഉപയോഗിക്കട്ടെ പാസ്റ്ററെ. പക്ഷേ എനിക്കൊരു കാര്യം, നമ്മൾ ഈ തെരുവിൽ കിടന്ന കൊച്ചുങ്ങളെ, എന്റെ ലക്ഷ്യം ചുവന്ന തെരുവിലെ കൊച്ചുങ്ങൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടുന്ന് വന്ന് എന്റെ കൂടെ നിൽക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന പിള്ളേരുണ്ട്. കൊച്ചു പിള്ളേരെ വളർന്നു വലുതായതാണ്. മെക്കാനിക്കൽ എഞ്ചിനീയർ, ഹോട്ടൽ മാനേജ്മെന്റ്, പിന്നെ ആണെങ്കിൽ നഴ്സിംഗ്, പാസ്റ്റർ, അങ്ങനെ സെക്കുലർ ജോബ്, പല മേഖലകളിലും ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പം എന്റെ കൂടെ ഒരു കൊച്ചു ചെറുക്കൻ, സ്വാമി എന്ന് കൊണ്ടുവന്നൊരു ചെറുക്കനായിരുന്നു. അവനും പഠിച്ചു, അവൻ 10ാം ക്ലാസ് പാസ്സായി, അവൻ +2 കഴിഞ്ഞു. അവന് പറഞ്ഞു എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് താല്പര്യം. അവനെ വിട്ട് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ അവന് ITCയുടെ ലോണാവാലയില് 6 മാസത്തേക്ക് അവൻ അവരുടെ ട്രെയിനിങ്ങിന് വിളിച്ചു. അവന് എന്തോ ഒരു ചിലവിന് പൈസ അവർ കൊടുക്കും.
അപ്പൊ ഞാൻ പറഞ്ഞത്, തലമുറകളെ പോലും മാനിക്കുന്ന ഒരു കർത്താവ്. ഇവരെല്ലാം എന്നെ പപ്പാന്നും എന്റെ വൈഫിനെ മമ്മി എന്നാ വിളിക്കുന്നത്. അപ്പൊ ഞങ്ങള് അവരുടെ അപ്പനും അമ്മയാണ്. അവരുടെ ഇവരല്ലേ ഞങ്ങളുടെ മക്കള്. 95 വയസ്സുള്ള അപ്പച്ചൻ പോലും എന്നെ പപ്പ എന്നാ വിളിക്കുന്നത്. പലപ്പോഴും നമുക്കൊരു ഗിൽറ്റി ഫീൽ ഉണ്ട്. പക്ഷെ ഞാനൊരു ചോദിച്ചു, എന്തിനാ അങ്ങനെ വിളിക്കുന്നത് പറഞ്ഞു. പക്ഷെ ഈ കഴിഞ്ഞ 15 വർഷം നമ്മുടെ കംപ്ലീറ്റ് ആയായിരുന്നു. മാർച്ച് 25 ഈ 15 വർഷം കംപ്ലീറ്റ് ആയപ്പം അപ്പം തമ്പുരാന്റെ കരുണയാല് ദൈവം എന്നെ മുംബൈ പട്ടണത്തിൽ വിവിധ മേഖലകളിൽ പല കണക്ഷൻ തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു 15 വർഷം ഒരു മിനിസ്ട്രിയുടെ പൂർത്തീകരണമാണല്ലോ, അപ്പം നമുക്കൊരു പ്രോഗ്രാം ഒക്കെ വെക്കാം എന്ന് ചിന്തിച്ചു. അപ്പൊ ഞാനിങ്ങനെ ദിവസങ്ങളിൽ ഉപവസിച്ചിരുന്നപ്പം ദൈവാത്മാവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. മോനെ, നീ ഉദ്ദേശിക്കുന്ന ആളെയൊക്കെ വിളിച്ച് നീ അവരെ ആദരിക്കാനൊക്കെ പോകുന്നത്, ഇവരൊക്കെ നിന്നെ സഹായിച്ചിട്ടാണോ ഈ മേഴ്സി ഹോം നടന്നത്? ഞാൻ പറഞ്ഞ, അല്ലപ്പാ, നീ എന്നെ നടത്തിയത്. അങ്ങനെയാണെങ്കിൽ നീ പ്രോഗ്രാം നടത്തണ്ട, നീ ഒരു കാര്യം ചെയ്, മേഴ്സി ഹോം ഫാമിലിയോട് പറ 3 ദിവസം ഉപവസിക്കാൻ. ഉപവസിച്ചു. എന്നോട് പറഞ്ഞു, നീ ഒരു വലിയ സ്റ്റേജ് ഉണ്ടാക്കണം. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് വലിയ സ്റ്റേജ് ഉണ്ടാക്കി പാസ്റ്ററെ. കുറെ കസാര ഇട്ടു, വലിയ സ്റ്റേജ് ഉണ്ടാക്കി. 15 വർഷത്തിന് വലിയ കേക്ക് ഓർഡർ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞേ, നമ്മുടെ മേഴ്സി ഹോമിനകത്ത് 5 അപ്പച്ചന്മാരെ 5 അമ്മച്ചിമാരെ നീ സെലക്ട് ചെയ്യണം. അവർക്ക് പുതിയ ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ട് അവരെ വിളിച്ച് വേദിയിലിരുത്തി കേക്ക് കട്ട് ചെയ്യണം. അവരെ ആദരിക്കണം, അവർക്ക് ഷോൾ ഇടണം, അവർക്ക് ബൊക്ക കൊടുക്കണം. എന്റെ പാസ്റ്ററെ, ദൈവം നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്ത ഒന്ന് ആലോചിച്ച് നോക്കി. ഞാന് ഈ അപ്പച്ചനമ്മച്ചോട് ഈ കാര്യം പറഞ്ഞില്ല. ഇവരെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെളിയിൽ അവിടെ നമ്മളെ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ഇരുത്തിയിട്ട് സ്റ്റേജിന് നമ്മൾ VIP കസാര ഇട്ടു. VIP കസാര ഇട്ടിട്ട് നമ്മൾ നമ്മള് കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് VIP ക്ഷണിക്കുന്നു. അപ്പൊ എല്ലാവരും തിരിഞ്ഞു നോക്കുക, ആരാ VIP? അപ്പം ഈ 5 പേരെ വിളിച്ച് സ്റ്റേജ്, എന്റെ തമ്പുരനെ, ഞാൻ ആ പാസ്റ്റർക്ക് ആ വീഡിയോയും ഫോട്ടോസ് അയച്ചു തരാം. അവരുടെ ആ സന്തോഷം, സ്റ്റേജിൽ നിന്ന് അവര് നിലവിളിക്കുവോ. കാരണം അവര് റിജക്ഷൻ അനുഭവിച്ചവരാ. ഒരിക്കൽ പോലും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല. ആരും അവരെ ആദരിച്ചിട്ടില്ല. അപ്പൊ തമ്പുരാൻ ഓരോരുത്തരെയും കുറിച്ച് ഓർക്കുന്നതും ചിന്തിക്കുന്ന ആലോചിച്ച് നോക്കി, എത്ര വലുതായിട്ടല്ലയോ. അതൊക്കെ എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ വ്യത്യസ്തമായൊരു അനുഭവമാണ്. മുംബൈയിലെ മാഹിം ഏറിയയിൽ പൈപ്പ് വെള്ളം കുടിച്ച് 10-15 ദിവസം നടന്നു. ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് മുംബൈയിലേക്ക് ഓടിച്ചു കൊണ്ടുവന്നു. ഇന്ന് അനേകർക്ക് അനുഗ്രഹമാക്കി നിർത്തുന്നു. അനേകരുടെ പപ്പയായി മമ്മിയായി പാസ്റ്ററേയും കുടുംബത്തെ കർത്താവ് ഉപയോഗിക്കുന്നു. കർത്താവ് എത്ര നല്ലവനാ. ഇനിയും അനേകർക്ക് അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ, എന്തെങ്കിലും വിട്ടുപോയ കാര്യങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. പക്ഷേ ഇന്ന് എന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. എന്റെ കഴിവോ മിടുക്കോ ഒന്നുമല്ല. ഒന്നും അറിയാത്തവനായി എന്നെ തമ്പുരാൻ കരങ്ങൾ. എന്റെ ഇവിടെ ഈ 150 പേരുടെ 150 ഇൻറ്റു 3 നേരത്തെ ഫുഡ്, അപ്പൊ 450 പേരുടെ ഫുഡ് ഡെയിലി ഞങ്ങളുടെ കിച്ചണിൽ ഉണ്ടാകണം. 450 പേരുടെ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പ്രോസസ്സിംഗ് അല്ല, ഒരു വലിയ പ്രോസസ്സിംഗ് ആണ്. ഡെയിലി 450 പേരുടെ ഫുഡ്. പിന്നെ കൊച്ചുങ്ങൾ 30 കൊച്ചുങ്ങളും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന അവരുടെ എഡ്യൂക്കേഷൻ, പിന്നെ ഇവരുടെ മെഡിറ്റേഷൻ, ലൈറ്റ്, ഇതെല്ലാം സ്വർഗത്തിലെ ദൈവം. ഇതെങ്ങനെയാണെന്ന് ചോദിക്കരുത്. ഞാൻ ഇന്നുവരെ ദേവദാസൻ അറിയാം, ഞാൻ ഒരു മനുഷ്യന്റെ മുമ്പിൽ പോയി ഞാൻ കൈനീട്ടിട്ടില്ല. ഞാൻ എന്നും എൻ്റെ അപ്പന്റെ മുൻപിൽ മുഴങ്കാലും മടക്കി കരയാറുണ്ട്. ഇസ്രായേൽ ജനത്തെ നടത്തിയ ദൈവം ഇമ്മാനുവൽ മേഴ്സി ഹോം ആശ്രമം നടത്തുന്നു. ഇപ്പം എൻ്റെ പാസ്റ്റർ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, അതിനുള്ളൊരു ചെറിയൊരു പണിയും ഞാൻ ആരംഭിച്ചു. ക്യാൻസർ പാലിയേറ്റീവ് കെയർ സെന്റർ. ഞാൻ നമ്മുടെ പേഷ്യന്റിനെ കൊണ്ട് നമ്മുടെ ടാറ്റ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഖാർഗറിൽ പോയപ്പം ഒരുപാട് പേര്, കൊച്ചുങ്ങള്, ഈ മിഡിൽ ക്ലാസ് ആൾക്കാരുണ്ടല്ലോ, ഒരു നിവൃത്തിയില്ലാത്തവർ, അവർക്ക് അവിടെ ട്രീറ്റ്മെന്റ്, കാരണം ടാറ്റയുടെയും പ്രശ്നമല്ല, സ്ഥലമില്ല. എന്റെ പാസ്റ്റർ റോഡിലാണ് കിടക്കുന്നേ. ഒരു പക്ഷെ പാസ്റ്റർക്ക് അറിയാം, ബോംബെയില് അവസ്ഥ ഭയങ്കരമാണ്. റോഡിലാണ് കിടക്കുന്നേ. അപ്പൊ ഇതിനെ വല്ലാതെ ഭാരപ്പെടുത്തി. ഞാൻ അങ്ങനെ ടാറ്റയോട് അവിടുത്തെ ഡയറക്ടറോട് സംസാരിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, അവരുടെ ഹോസ്പിറ്റലില് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ആളില്ലാത്ത എത്ര പേഷ്യന്റ് കിടക്കുന്നു പറയും. ഇപ്പൊ തന്നെ 47 പേഷ്യന്റ് അവിടെ ഉണ്ട്. ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ ആളില്ല. കാരണം ഇവർ ലാസ്റ്റ് സ്റ്റേജില്ല. അവർക്കൊരു നല്ല ഒരു അന്ത്യയാത്ര, ഒരു നേരം ഒരു അല്പം ആഹാരം, ഒരു പ്രാർത്ഥന, ഒരു സമാധാനത്തോടൊന്ന് പോകാൻ അതിന് പറ്റുന്നില്ല.
അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുണ്ട് ഈ നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന്. ഞാൻ അവിടെ എൻ്റെ പാസ്റ്ററെ വിശ്വാസത്താൽ ഞാൻ ഒരു ക്യാൻസർ പാലിയേറ്റീവ് കെയർ സെന്ററിന് ഞാൻ തുടക്കം കുറിച്ചു, ഫ്രീ ഓഫ് കോസ്റ്റ്. ഇനിയിപ്പം നമ്മുടെ ബോംബെയിലോ എവിടെയെങ്കിലും നമ്മുടെ സഭയിൽ വരുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു കാര്യം ഫ്രീ ഓഫ് കോസ്റ്റിന് ആരെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ അവരുടെ ആ ഒരു എൻഡ് അവർക്ക് പോകാം. അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പ്രാർത്ഥിക്കുകയും പ്രവർത്തിച്ചും കൊണ്ടിരിക്കുന്നു. ഇത് വലിയൊരു ആവശ്യമാണ് പാസ്റ്ററെ. പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് വളരെ വലിയൊരു നീഡായി ഈ കാലഘട്ടത്തിൻ്റെ. അതെ അതെ അതിനെ കർത്താവ് വർദ്ധിപ്പിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർക്ക് തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. യെസ്. ഞങ്ങളെ അൻപോടെ സ്നേഹിക്കും ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അപ്പന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ തന്ന കൃപയ്ക്ക് നന്ദി അപ്പ. അങ്ങേ ഉയർത്തുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വലിയ ഭാഗ്യത്തിനും പദവിക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് പകൽ അടിയന്റെ വായിലൂടെ കേട്ട ഒരു സാക്ഷ്യവും ഈ കേട്ടവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാ ദൈവം അവിടെ ഇടപെടുമാറാകണമേ. അവരെ അനുഗ്രഹിക്കണമേ. അവരവർ ചെയ്യുന്ന ശുശ്രൂഷ മേഖലകളിൽ അവരുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവർത്തിക്കും അനുഗ്രഹത്തിനും കാരണമാകട്ടെ. അവരുടെ ശുശ്രൂഷയ്ക്ക് ഒരു വലിയ മുതൽക്കൂട്ടാകട്ടെ. കർത്താവേ സ്തോത്രം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. മനുഷ്യന്റെ വാക്കുകൾ നിഷ്ഫലമാകുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്നവരെ തമ്പുരാൻ നടത്തുന്ന വിധങ്ങൾ എത്ര വലുതാണ് കർത്താവെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ അടിയൻ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. എൻ്റെ മിടുക്കോ കഴിവോ ഒന്നുമല്ല, തമ്പുരാന്റെ കൃപയൊന്നു മാത്രമാണ്. ഇന്ന് അടിയന്റെ സാക്ഷി കേട്ട എല്ലാവരെയും ദൈവകരത്തിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി, പേരുപേരായി, വ്യക്തിപരമായി സ്വർഗം അനുഗ്രഹിക്കണം. എസ്പെഷ്യലി ആസാദി ടിവിയിലെ അഭിഷക്ത ദാസനെ, കുടുംബത്തെ, അതിന്റെ എല്ലാ പ്രേക്ഷകരെ സ്വർഗം അനുഗ്രഹിക്കണമേ. ഇത് അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവും ദൈവപ്രവർത്തിക്ക് കാരണമായി ഈ ചാനലിനെ സ്വർഗം ഉപയോഗിക്കണമേ. കർത്താവ് ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തമ്മിൽ ഓർക്കുവാനും പ്രാർത്ഥിപ്പാനും സ്വർഗം ഞങ്ങൾ കൃപ തരണം. അവിടുത്തെ ചിറകിന്റെ മറവിൽ മറയ്ക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസകാവൽ നാം എല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിനിപാസ്റ്റർ മേൽ, തൻ്റെ ശുശ്രൂഷയുടെ മേൽ, കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്ററെ. ഹൃദയം നിറഞ്ഞ നന്ദി ഒരു പ്രാവശ്യം അറിയിക്കുക. ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ശുശ്രൂഷയെ വർദ്ധിപ്പിക്കട്ടെ. അനേകർ ഇങ്ങനെയുള്ള ശുശ്രൂഷയുടെ മേഖലയിലേക്ക് കടന്നു വരണം. അത് വലിയൊരു ആവശ്യമാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു പാസ്റ്റർ. എനിക്ക് ഒരു അവസരം തന്നതിന് താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.